ഓൾറൈറ്റ്, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഉഷാറായിട്ടാണ് വിചാരിക്കുന്നു. ഹോപ്പ് യു എൻജോയ്ഡ് ദ മെഡിറ്റേഷൻ. പുതിയൊരു രീതിയിൽ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് എന്ത് ചെയ്യാം എല്ലാവർക്കും. ജോർജ് സാർ എവിടെയാണ്? എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഉണ്ടോ? കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. എന്താണ് വിശേഷം? സുഖമാണോ? ഹലോ, ഓക്കെ, ഗുഡ് മോർണിംഗ്. സോ വൺസ് അഗെയിൻ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EFT എന്ന് പറയുന്ന ടൂള്, അതിൻ്റെ ഒരു മാജിക്കൽ ഇമ്പാക്റ്റ്, അത് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ പവർഫുൾ ആയിട്ടത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പല ആൾക്കാർ പല രീതിയിലും അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യമായിട്ട് നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? ഇസ് ദർ എനിവൺ? നമുക്ക് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ, ഇതിനു മുൻപുള്ള സെഷൻസൊക്കെ പല രീതിയിലേക്ക് നിങ്ങൾ കേൾക്കുന്നത് യൂട്യൂബിൽ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വെച്ചിട്ടായിരിക്കാം, അങ്ങനെ പല സൈഡിൽ വെച്ച് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നു. സോ മെഡിറ്റേഷൻ സൂപ്പറാണ്, അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ജെറി സാർ, എന്താണ് വിശേഷം? സാറേ സുഖമാണോ? എവിടെയാണ്? ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം എന്ത് പറ്റി? കുറച്ച് നാളെയല്ല കണ്ടിട്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ രാവിലെ പോകേണ്ടി വരുന്നു 6:30 ഓക്കെ. അപ്പൊ അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ. ഇനി എത്ര ദിവസമുണ്ട്? അല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ജോലി ചിലപ്പം ഞാനിവിടെ ഇറങ്ങിയാലേ രാവിലെ നടക്കത്തുള്ളൂ, ആളിനെ ഒക്കെ ഒന്ന് കൊണ്ടുവിടാനേ. ശരി. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി മെഡിറ്റേഷൻ സൂപ്പർ എന്ന് പറയുന്നത് ആരൊക്കെയാ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആരൊക്കെയാ ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യാവോ? മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ മീ. പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഓൺ മീ. മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ മീ. ജസ്റ്റ് കമന്റ് ഓൺ മീ. മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. രശ്മി ശങ്കർ, യു ജോയിൻഡ് റീസെന്റ്. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും? വേറെ എനിവൺ എൽസ്? ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മൈൻഡിൽ ഉള്ള ഇംപ്യൂരിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഇംപ്യൂരിറ്റീസാണ്. ആ ഇംപ്യൂരിറ്റീസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടാകും. അത് നെഗറ്റീവ് ചിന്തകളാകാം, അതേപോലെ തന്നെ വിഷമങ്ങളാവാം, സങ്കടങ്ങളാവാം, പ്രയാസങ്ങളാവാം, ബുദ്ധിമുട്ടുകളാവാം, നെഗറ്റീവായിട്ടുള്ള ബിലീഫുകൾ ഉണ്ടാവാം, ലിമിറ്റിംഗ് ബിലീഫുകളായിട്ട് കിടക്കുന്ന. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉള്ള ചിന്തകൾ എന്താണോ, നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണോ, എന്ത് ഇമോഷൻസിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്, അത് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എനർജിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാത്രം സ്ട്രഗിൾസ്, എന്തുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടിലൂടെയും സ്ട്രെസ്സിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ കണ്ടിന്യൂസ്ലി കടന്നു പോകേണ്ടി വരുന്നത്, എങ്ങനെയാണ് എനിക്കിതിൽ നിന്ന് റീകവർ ചെയ്യുക എന്നുള്ളത് അറിയില്ല പലർക്കും. എങ്ങനെയാണ് റീകവർ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. ഏത് രീതിയിലാണ് എനിക്കതിൽ നിന്ന് പുറത്തു കിടക്കാൻ അറിയില്ല. പലരും സ്റ്റെക്കായിട്ടാണുള്ളത്. നമ്മുടെ ഒരു പ്രോഗ്രാം ഇപ്പം നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അൺസ്റ്റക്ക് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഓഫ്ലൈൻ സെഷൻ ഉണ്ട്. ഓൺലൈനിലുള്ളവർക്കും പങ്കെടുക്കാം. രണ്ടും ഒരേ സമയത്താണ് ബാച്ച് നടക്കുന്നത്. പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കാലിക്കറ്റ് ഓഫ്ലൈൻ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, വരാവുന്നതാണ്. അപ്പോൾ ഓൺലൈനിൽ പങ്കെടുക്കുന്ന അവർക്കും ഇന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് വരാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിലേക്ക് വലിയ റിസൾട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള
കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് വെറുപ്പ്, വിദ്വേഷം, പക, സങ്കടം, ദേഷ്യം, നമുക്ക് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്ന തോന്നൽ, അല്ലെങ്കിൽ അസൂയ, നമ്മളെക്കാട്ടിൽ മറ്റുള്ള ആൾക്കാർ വളരുന്നു എന്നുള്ള കാര്യത്തിലുള്ള അസൂയ. ഇതൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ രൂപപ്പെടാനും ആ നെഗറ്റീവ് എനർജി നമ്മളുടെ പോസിറ്റീവ് എനർജിയെ സക്കപ്പ് ചെയ്യാൻ തുടങ്ങും, വലിച്ചൂറ്റി കുടിക്കാൻ തുടങ്ങും. രക്തമൂറ്റി കുടിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ എനർജി എന്ത് ചെയ്യും? അത് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളും ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സക്കപ്പ് ചെയ്യും. അപ്പം നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം റിമൂവ് ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. അപ്പം അത് വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ്. നമ്മുടെ മനസ്സിനുള്ളിലുള്ള ബിലീഫ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം, എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ബിലീഫ് സിസ്റ്റം വരുന്നത് എന്താണ്? മൈൻഡ് കംപ്രൈസ് ഓഫ് തോട്ട്സ് വിച്ച് ഷേപ്സ് വൺസ് ബിലീഫ് സിസ്റ്റം എന്ന് പറയും. ഒരുപാട് മനസ്സിനുള്ളിൽ എന്തുണ്ട്? ഒരുപാട് ചിന്തകളുണ്ട്. ഈ ചിന്തകളാണ് മനുഷ്യന്റെ ബിലീഫ് ആയിട്ട് മാറുന്നത്. എന്താണ് ബിലീഫ്? ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ. ഈ വിശ്വാസങ്ങളാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ റിയാലിറ്റിയെ തീരുമാനിക്കുന്നത് വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ബിലീഫ് സിസ്റ്റം ഉണ്ടാകും. ഈ വിശ്വാസങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്റ്റീവ് തോട്ട് റൂൾസ്. ഒരുപാട് നിയമങ്ങളാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ചിന്താ നിയമങ്ങളുണ്ട്. ഈ ചിന്താ നിയമങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ബിലീഫ് സിസ്റ്റം ഇസ് എ കളക്റ്റീവ് തോട്ട് റൂൾ. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള തോട്ട് റൂളാണ്. ഒരുപാട് നിയമങ്ങൾ, ചിന്താ നിയമങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടാവും അല്ലേ? നമുക്ക് എടുത്ത് നോക്കാം. ലൈക്ക് ബിലീഫ് സിസ്റ്റം ചെറുപ്പത്തിൽ രൂപപ്പെടുന്നതാണ്. നമുക്കൊരു ഫോൺ ഉണ്ടാവും. ഈ ഫോൺ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ ബോഡിയാണ് ഈ കാണുന്നത്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ എഴുതിയിട്ടുണ്ടാവും എന്ത്? അതിലൊരു പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ട്. ആ പ്രോഗ്രാമിംഗ് എന്താ? ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള നിയമം. ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള നിയമം അതിൽ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ നിയമങ്ങളാണ് അതിനെ തീരുമാനിക്കുന്നത്. ഏത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്യണോ, അതല്ല വേറെ ഏതെങ്കിലും സർവീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണോ എന്ന് തീരുമാനിക്കും. എന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റം പോസിറ്റീവായാൽ പോസിറ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യും, നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യും. ഈ ഫോണിൽ ഇതിൽ എഴുതപ്പെട്ടുള്ള കറക്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയറും കോഡുകളും അല്ലാതെ വൈറസ് കയറി കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. എന്നതുപോലെ തന്നെയാണ് മനുഷ്യൻ. അപ്പം നമ്മുടെ ഉള്ളിൽ വൈറസുകളാണ് വെറുപ്പ്, വിദ്വേഷം, പക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ബിലീഫ് സിസ്റ്റം എപ്പോഴാണ് രൂപപ്പെടുന്നത്? നമ്മൾ ഈ ഒരു പ്രായം, ഈ പിക്ചറിൽ കാണുന്നില്ലേ, ആ ഒരു പ്രായത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് എന്തൊക്കെ കടന്നു? One creates from his experience and the messages from the 0 to 8 years. 0 മുതൽ 8 വയസ്സ് വരെയുള്ള സമയത്തിനിടയിൽ അവൻ്റെ അനുഭവങ്ങളിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് എന്താണോ അതാണ് അയാളുടെ ബിലീഫ് സിസ്റ്റം. അയാളുടെ ബിലീഫ് സിസ്റ്റം അതാണ്. ബിലീഫ് സിസ്റ്റം 0 to 8 ഇയേഴ്സിനിടയിൽ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് തിങ്കിങ് ആൻഡ് ലോജിക് കംപ്ലീറ്റ്ലി നമ്മുടെ മൊത്തം മനസ്സിൻ്റെ 10% നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കിടക്കുന്നു.
ബാക്കി 80% 80% നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. 2 മനസ്സുണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ബ്ലോക്ക് ഉണ്ടാകും, എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉണ്ടാകും, എക്കണോമിക് ബ്ലോക്ക് ഉണ്ടാകും, റിലീജിയസ് ബ്ലോക്ക് ഉണ്ടാകും. റിലീജിയസ് ബ്ലോക്കുള്ള ഒരാൾക്ക് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ഒരുപാട് അകന്നു പോകും. എക്കണോമിക് ഒരു ഫൈനാൻഷ്യൽ ബ്ലോക്കുള്ള ആൾക്ക് പണം വരില്ല, പണം അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, പണം വരില്ല. എഡ്യൂക്കേഷൻ ബ്ലോക്കുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പഠിക്കാൻ കഴിയില്ല, അയാളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയില്ല, അയാൾ ജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ ഉയർച്ചയോ വളർച്ചയോ ഒന്നും ഉണ്ടാവില്ല. സോഷ്യൽ ബ്ലോക്കുള്ള ആൾക്കാരുണ്ട്. സോഷ്യൽ ബ്ലോക്കുള്ള ആൾക്കാർ സാമൂഹികമായിട്ട് അവർക്ക് ഉയരാനും ഇതൊന്നും കഴിയില്ല. ഐ മീൻ ബന്ധങ്ങളിൽ ഈ ബ്ലോക്കുകൾ ഉള്ളത്, ഇതാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. സോഷ്യൽ ബ്ലോക്ക് എന്താണ്? ഇയാൾ എപ്പോഴും ഒറ്റപ്പെട്ടവനാണെന്ന് ഫീൽ ചെയ്യും, ഇയാളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ഫീൽ ചെയ്യും, ഇയാൾക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ഫീൽ ചെയ്യും. അപ്പൊ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ സ്നേഹവും സപ്പോർട്ടും ഫൈനാൻഷ്യൽ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലുതാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ തന്നെ ലൈഫ് എടുത്ത് നോക്കൂ. നിങ്ങൾ എത്ര കണ്ട് ആത്മീയപരമായിട്ട് ദൈവത്തോട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ദൈവം എന്ന് പറയണ്ട, ലൈക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ നിങ്ങൾ എത്ര കണ്ട് ശുദ്ധമായ ആത്മീയപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആവശ്യമുള്ള ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതം നിങ്ങൾ എത്ര പേർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്? അതെന്തുകൊണ്ട് പറ്റുന്നില്ല? അതുപോലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്കണോമിക്കൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ ചെറുപ്പകാലത്ത് അനുഭവിച്ചു പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ വിഷമകരമായ ഒരു അനുഭവം ഉണ്ടായി ചെറുപ്പകാലം. അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും. എഡ്യൂക്കേഷണൽ ബ്ലോക്ക് നിങ്ങൾക്കുണ്ടാവും. ഇപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ പഠിക്കാൻ താല്പര്യമില്ല, പഠിക്കാൻ ഒരു പഠിച്ചത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഡീപ്പ് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോഷ്യൽ ബ്ലോക്ക്, എപ്പോഴും ഒരു ഒറ്റപ്പെട്ടതുപോലെ ഫീൽ. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ഹെൽത്ത് ബ്ലോക്കും കൂടെ വരും. ആരോഗ്യങ്ങൾ, അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ. പൊതുവെ ഒരാളുടെ ജീവിതം നിയന്ത്രിക്കുക ഈ ബിലീഫ് സിസ്റ്റമാണ്. ഈ ബിലീഫ് സിസ്റ്റത്തിൽ അവരുടെ മനസ്സിനുള്ളിൽ എന്താണ് കയറിക്കൂടിയിരിക്കുന്നത്, ഇത് എന്ത് ചെയ്യുക? ആ നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അപ്പൊ ഇവിടെ ഇതൊരു തെരുവിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ചേരിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്തായിരിക്കും? ഫൈനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് എന്തായിരിക്കും? ആ കുട്ടിയുടെ പണവുമായി ബന്ധപ്പെട്ട ആ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്തായിരിക്കും? ദാരിദ്ര്യം, കഷ്ടപ്പാട്, എന്തൊക്കെയായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെയായിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം? ഒന്ന് കമന്റ് ചെയ്യാവോ? ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് കമന്റ് ചെയ്ത്. ഒന്നുകൂടെ പറയോ? അതായത് ഞാൻ കാണിച്ച പിക്ചറിൽ കാണിച്ച കുട്ടിയെ കണ്ടില്ലേ നിങ്ങൾ? കാണാൻ പറ്റിയോ? ഇല്ല. കണ്ടില്ലേ? ഒന്നുകൂടെ. ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഈ കുട്ടിയുടെ മനസ്സിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും? ഒരു ചേരിയിൽ താമസിക്കുന്ന കുട്ടിയാണ്. പണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ജീവിതം, ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ചിന്തകളായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക പണവുമായി ബന്ധപ്പെട്ട്? ഒന്ന് പറയാമോ? കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പണത്തിന്റെ കാര്യത്തിൽ സേഫ്റ്റി ഫീൽ ചെയ്യുമോ? സേഫ് ആണോ കുട്ടി? നോ, സേഫ് അല്ല. വേറെന്തൊക്കെയായിരിക്കും? വഴക്ക്, പണവുമായി ബന്ധപ്പെട്ടില്ലേ, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. വേറെന്തൊക്കെയാ? വഴക്കുണ്ടാവാൻ സാധ്യതയില്ലേ? ഓ യാ. വിശപ്പുണ്ടാകും. ഓക്കെ. സാഡ് ആയിരിക്കും. സമാധാനം ഉണ്ടാകും. എങ്ങനെ? ഒരു നേരത്തെ ഭക്ഷണമാണ് അതിന് ആവശ്യം, അല്ലാത്തൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, പണമോ സംഗതികളോ ഒന്നും ചിലപ്പോൾ വേണ്ട. ഒരു നേരത്തെ ഭക്ഷണമാണ് കുട്ടിക്ക് ആവശ്യം. ഈ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ കുട്ടിയുടെ ഉള്ളിൽ
ഈ കുട്ടി അത്രയും കാലം 8 വയസ്സ് വരെ ഈ കുട്ടി ആ ഒരു തെരുവിൽ ജീവിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിനുള്ളിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാനിങ്ങനെയാണ്, ഞാൻ ഈ കുടുംബത്തിലായിപ്പോയി, അതുകൊണ്ട് നമുക്കതൊന്നും അർഹിക്കുന്നില്ല, നമ്മളതൊന്നും ലഭിക്കില്ല. ചിലപ്പോൾ പ്രതികാര മനോഭാവം ഉണ്ടാകും. അവനൊക്കെ കണ്ടില്ലേ, അങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാം അല്ലേ? ഒരു പണക്കാരോട് നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ പണക്കാരോട് ദേഷ്യമുണ്ടാവാം, വെറുപ്പുണ്ടാവാം, അങ്ങനെയുണ്ടാവും മനസ്സിൽ. അപ്പം അങ്ങനെ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളാണ് ഈ കുട്ടിക്ക് പണവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിലേഷൻ ആ കുട്ടിയുടെ ജീവിതത്തിൽ വളർന്നു വലുതായാൽ, എത്ര വളർന്നു വലുതായി ചിലപ്പം പണം ഉണ്ടാക്കാനുള്ള വളർന്നു വലുതായി കഴിഞ്ഞാലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ കുട്ടി മാറുന്നുണ്ടാവില്ല. ആ കുട്ടി ഒരു അവസ്ഥ അക്സെപ്റ്റും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഞാനിങ്ങനെയാണ്, ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളുടെ ലൈഫ് ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ പലരും നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തറവാട് ഇങ്ങനെയാണ്, നമ്മൾ കുടുംബം ഇങ്ങനെയാണ്, നമ്മളിങ്ങനെയാണ്, അവരെ പോലെ ആവരുത്, നമ്മൾ വേറൊരാളാവരുത്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും. കേട്ടിട്ടുണ്ടോ? ശരിയാണോ? ഓ ധാരാളം ശരിയാണ്, കേട്ടിട്ടുണ്ട്. ശരിയാണ്. എപ്പോഴും അങ്ങനെയാ പറയാ. അതെ, എപ്പോഴും നമ്മൾ അത് കേൾക്കുന്നത് കേട്ടേ വളർന്നിട്ടുള്ളൂ. അത് അതുപോലെ ഞാൻ അനുഭവിച്ചൊരു കാര്യം, നമ്മളിപ്പോ പണം ഉണ്ടാവണോലെ ഒരു പുച്ഛം അവർക്ക് വരുന്നുണ്ട് പൈസക്കാരോട്. അതായത് പണം ഉണ്ടായിട്ട് കാര്യമില്ല, മരിച്ചുമ്പോ ഒന്നും കൊണ്ടുപോകില്ല, അങ്ങനത്തെ അങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ അടുത്ത് ശരിക്ക് എന്താ ഇവരിങ്ങനെ പറയുന്നത് എന്നാ എനിക്ക് തോന്നാറ്. ജീവിക്കാൻ എന്തായാലും പണം വേണം. ചില ആൾക്കാർ പറയുന്നത് പണത്തെ പറ്റി സംസാരിക്കരുത്, പണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണത്തെ പറ്റി സംസാരിക്കരുത്. ഈ പറഞ്ഞതുപോലെ മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇത് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ, ഇത്രയും ക്യാഷ് എന്തിനാണ് അവർ ആഘോഷത്തിന് ചില അല്ലേ? പണമുള്ള ആൾക്കാർ ആഘോഷിക്കും. നിങ്ങൾ ഏറ്റവും രസകരമായ ഒരു കോമഡി എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവന്റെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് അവൻ ആഘോഷിക്കും. ഈ പാവപ്പെട്ടവനും ആഘോഷിക്കുന്നുണ്ട്. അവന് കഴിയുന്ന ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു അല്ലേ? ഉണ്ടാക്കുന്നുണ്ട്. അംബാനിന്റെ കല്യാണം കണ്ടിട്ട് ഓരോരുത്തർ എന്തെല്ലാം പറഞ്ഞ്, അയാളെ ഒരു സ്വത്തിന്റെ എത്ര കുറഞ്ഞ ഭാഗം എടുത്തിട്ടുള്ളൂ. അതെ, അതായത് അംബാനി ചിലവര് പറയും എത്ര ഉണ്ടായിട്ടും മരിച്ചു പോകുമ്പോ കുറച്ചല്ലേ കൊണ്ടുപോകുള്ളൂ. അതെ അതെ. അപ്പൊ ഇങ്ങനെയുള്ള തിങ്കിങ് എന്താ വെച്ചാല്, ഇത് നമ്മൾ ചെക്ക് ചെയ്യാത്ത അൺചെക്ക്ഡ് ട്രൂത്ത് എന്ന് പറയും. പണ്ടുള്ള കാലത്ത് പണക്കാരായിട്ടുള്ള ആൾക്കാർ പാവപ്പെട്ടവരെ, നിങ്ങൾ പാവപ്പെട്ടവരാണ്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെന്നറിയാം? പണ്ഡിതന്മാരെ. അതായത് പണ്ടത്തെ ആൾക്കാർ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. 3-4 വിഭാഗം ആൾക്കാരുണ്ട്. അവരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അവരാണ് നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് ജീവിതം നയിക്കണം, നമ്മൾ എന്ത് വിശ്വസിക്കണം, നമ്മുടെ ഉള്ളിൽ എന്ത് വിശ്വാസങ്ങളാണ് വേണ്ടത്, എന്ത് കാഴ്ചപ്പാടുകളാണ് വേണ്ടത്, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ കാണേണ്ടത് എന്ന് തീരുമാനിക്കുന്ന അവരാണ്. കാരണം ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവൻ കാര്യം കാണേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പിന്നെ അയാളുടെ ചിന്തകൾ മറ്റുള്ളവരുടെ ചിന്തകൾ ഷെയ്പ്പ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വിഭാഗമാണ് മാധ്യമം, ഒരു വിഭാഗമാണ് തെറ്റായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന മതപുരോഹിതന്മാർ. അപ്പം ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ നടക്കാവൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ, ഇതൊക്കെ ഇവർ തമ്മിൽ നല്ല ബന്ധമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവരുമായിട്ട് നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാർ നല്ല ബന്ധമുണ്ടാവും. രാഷ്ട്രീയക്കാര്, ഞാൻ ഈ പറഞ്ഞ മാധ്യമങ്ങൾ, അതേപോലെ വലിയ തലപ്പത്ത് നിൽക്കുന്ന പുരോഹിതന്മാർ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്, ഇവർ തമ്മിൽ നല്ല കണക്ഷൻ. ഇവരുടെ വീട്ടിലായിരിക്കും ഇവർക്ക് ഫംഗ്ഷൻസ്, സംഗതികൾ, കാര്യങ്ങൾ. അപ്പം അത് പറയരുത്. ഇവരുടെ ആ ചർച്ചകളിലൊക്കെ, ഇവർ ഒരുമിച്ച് വരുമ്പോൾ ഇവരുടെ ചർച്ചകളിലൊക്കെ പലപ്പോഴും പറയാം, അത് പറയരുത്, ഇതിങ്ങനെ പറയണം, അങ്ങനെ പറയണം, ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഇവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ തന്നെ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത്, പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, എന്നെ ഇതേപോലെ വലിയ വലിയ ഉന്നത സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളെ കൊണ്ടുപോയി സ്വീകരിക്കും, കാര്യങ്ങൾ ചെയ്യും, ഭക്ഷണമൊക്കെ തരും. നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇവർ ഓരോ പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് പറയും, അത് പറയരുത് എന്ന് പറയും. ഇവർക്ക് പേടിയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ. സാർ അത് പറയരുത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ് ഇവർ അത് പറയരുത് എന്ന് പറയുന്നത്? എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്?
അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു ആവശ്യം എന്താ വെച്ചാൽ ലോകം ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെ പോകണം, എന്നാലേ ഇവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾക്കൊരു വലിയ റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരുപാട് ആൾക്കാർ എല്ലാം മറന്ന് ധീരരായിട്ട് പട്ടാളത്തിൽ ജോയിൻ ചെയ്യണം, എന്നിട്ട് അതിന് ധീരതയുടെ അവാർഡ് കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നു, ഭയങ്കര കൈയടി കൊടുക്കുന്നു, നല്ലതാണ്. പക്ഷെ ആ ധീരതയുടെ സംഗതി ഏറ്റവും സ്നേഹമുള്ളവരവരാണ്, ഏറ്റവും ധീരരവരാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൈകൊട്ടി ഹീറോകളാക്കും. ശരിയാണോ? നിങ്ങൾ നല്ല മാതാവായിരിക്കണം, നല്ല മക്കളായിരിക്കണം. ആ നല്ല മക്കളാവുന്നത് ഇങ്ങനെ ജീവിക്കുമ്പോഴാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണ് നല്ല രീതി. നിങ്ങൾ നല്ല രീതി എന്ന് പറയുന്നത് നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദാനം ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം. ഈ ദാനം ചെയ്യാൻ നമ്മുടെ കയ്യിൽ അപ്പൊ ഉള്ളതിൽ അപ്പൊ ദാനമൊക്കെ ചെയ്യണം, വേണ്ടെന്നല്ല, നല്ലതൊക്കെ ചെയ്യണം. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ പണം സമ്പാദിക്കണം, നിങ്ങൾ ബിസിനസ് ചെയ്യണം, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം, ഉഷാറായിട്ട് ചെയ്യണം, വർക്ക് ചെയ്യണം എന്ന് പറയുന്നില്ല. അത് പറയാൻ പാടില്ല കൂടുതൽ. അപ്പൊ അതെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ ചിന്താഗതികളുണ്ട്. നമുക്കൊക്കെ നമ്മൾ അനുഭവിച്ച സിറ്റുവേഷനിൽ നിന്നും നമുക്ക് മറ്റുള്ളവരുടെ നമുക്കില്ലാത്തത് കിട്ടണം, നമുക്ക് മറ്റുള്ളവരുടെ അസൂയയും വെറുപ്പും വിദ്വേഷവും പകയും മനസ്സിൽ തോന്നും. അവനൊരു വേറെ വിഭാഗക്കാരൻ, അവൻ റിച്ചാണ്, അവൻ ഭയങ്കര റിച്ചാണ്, ഭയങ്കര സമ്പന്നനാണ്. എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അവനെ നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് അയാൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല, അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ല, നമ്മൾ ആ വിഭാഗത്തിൽ പെടുന്നവരല്ല. അപ്പം നമുക്കാണെങ്കിലോ അവരെ പോലെ ആവണം. നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന അതേ പൊസിഷനിൽ നിൽക്കുന്ന ആ എത്താൻ ആഗ്രഹിക്കുന്ന എനർജിയുടെ അതിലേക്ക് നോക്കിയിട്ട് നമ്മളൊരു വെറുപ്പിന്റെ എനർജി, ഇതിനെ പറയാം കോൺഫ്ലിക്റ്റിംഗ്. നമുക്ക് അങ്ങോട്ട് പോകണം, എന്നാൽ നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മൾ വെറുക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. ക്ലിയർ ആണോ പറയുന്നത്? സമ്പന്നരായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന ആ ഒരു പൊസിഷനുണ്ട്, ആ സ്ഥലമുണ്ട്. ആ സ്ഥലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആ ഒരു വലിയ ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അതേ പൊസിഷനിലേക്ക് നമുക്ക് പോകണം. പക്ഷെ നമ്മൾ ക്യാരി ചെയ്യുന്നത് എന്താണ്? അതിനോട് വെറുപ്പ്, അതിനോട് ഒരു പേടി, ഒരു ഭയം, അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസങ്ങൾ, നമ്മൾ അതിൽപ്പെട്ടതല്ല അല്ലെങ്കിൽ നമ്മൾ അത് അർഹിക്കുന്നില്ല എന്ന നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് ഉണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഐ ഡിസേർവ് വെൽത്ത്, ഐ ഡിസേർവ് ടു ബി സക്സസ്ഫുൾ. ഞാനും അവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവരെടുത്ത പണി ഞാൻ എടുത്താൽ എനിക്ക് അടക്കാം, ആ പണി ഞാൻ എടുത്തിട്ടില്ല, ഞാനത് എടുക്കണം. എനിക്കത് എടുക്കാനുള്ള എല്ലാ കഴിവുണ്ട്, ക്വാളിറ്റി ഉണ്ട്, കാര്യങ്ങളുണ്ട്, സംഗതികളൊക്കെ ഉണ്ട്. ആൻഡ് ഐ വാണ്ട് ടു ബി ദർ, ഐ ലവ് ടു ബി ദർ. പണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, സമ്പത്ത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള മനോഭാവമായിട്ട് പണം നമ്മളിലേക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല. അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് മനോഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഫോക്കസ് ഒരിക്കലും അവർ ചെയ്യുന്ന തെറ്റുകളിലേക്ക് പോകരുത്, അവർ ചെയ്യുന്ന പോരായ്മകളിലേക്ക് പോകരുത്, അവർ ചെയ്യുന്ന സംഗതികളിലേക്ക് ഫോക്കസ് പോകരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പാവപ്പെട്ടവരായിട്ട് തുടരാൻ വേണ്ട കുറേ അറിവുകൾ ഈ പണ്ടത്തെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തെറ്റായ ധാരണകൾ. സാധാരണക്കാരൻ നല്ലവനാണ് എന്നൊരു ചിന്തയില്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ? സത്യമായിട്ടും ഇല്ലേ? സാധാരണക്കാരൻ നല്ലവനാണ്. ആര് പറഞ്ഞു? അപ്പൊ ഈ സാധാരണക്കാരൻ നല്ലവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു കാര്യം എന്തായി? സമ്പന്നൻ മോശമാണ് എന്നൊരു ചിന്ത അതിന്റെ കൂടെ വന്നു. അത് നമ്മൾ പറയണ്ട. സമ്പന്നൻ അത്ര നല്ലവനല്ല എന്നൊരു ചിന്ത വന്നില്ലേ? ഈ മോശമാണ് ചിന്ത വന്നില്ലെങ്കിലും സാധാരണക്കാരൻ അത്ര നല്ലവനല്ല, അപ്പൊ സാധാരണക്കാരൻ നല്ലവനാണെന്നുള്ള ചിന്തയാണ്. അപ്പൊ ആ ചിന്തയും സംഗതികളൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കവിയായ മൂമിനെയാണ്. പൈസ സമ്പത്തുള്ള ആളാണ് ഇഷ്ടം എന്നുള്ള ഹദീസിലുള്ളത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർക്ക് സമ്പത്തിന് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിയും. അതെ,
അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. സമ്പത്തുള്ള എന്നാൽ നല്ല ഈ മനുഷ്യൻ, പാവങ്ങളെ ഈ വിഷയം എത്ര കണ്ട് ദാനശീലനായ നല്ല പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യൻ. ഇത് എത്ര ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെ? മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ അധികവും കേട്ടത് അല്ല, എന്താ? അത് പറയുന്നില്ല. കാരണം സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് എന്തോ പറഞ്ഞു, കട്ടായി പോയി. എങ്ങനെ? എന്താ പറഞ്ഞത്? അത് പറഞ്ഞില്ല. അല്ല, നല്ല സമ്പത്തുള്ള നല്ല മനുഷ്യനാണെങ്കിൽ ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ തീർച്ചയായും പിന്നെ പൈസ ഇല്ലാത്ത നല്ല ആളുകാട്ടിയും കൂടുതൽ ഗുണങ്ങൾ ചെയ്യാൻ പറ്റും പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള ചിന്തകളും കാര്യങ്ങളും വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. എങ്ങനെ നമുക്ക് ആ, നല്ല ഈ രൂപത്തിൽ പൈസ ഉണ്ടാക്കാം, എങ്ങനെ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് അത് ഉപയോഗപ്പെടുത്താം, അതാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും. എപ്പോഴും പാവപ്പെട്ടവനായിട്ട് പറയാം. അതെ അതെ. അപ്പൊ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ബേസിക്കലി ഇത്തരത്തിലുള്ള ചിന്തകളുണ്ട്. ഈ ചിന്തകളിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം. സമ്പത്ത് എന്തിന്? നല്ല രീതിയിലേക്ക് പണം ഉണ്ടാക്കി നല്ല രീതിയിലേക്ക് ചെലവഴിക്കുക എന്നുള്ളത്. ഇപ്പം പാവപ്പെട്ടവൻ നല്ലവനാണ് എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ട്, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്താകും, അറിയാതെ നമുക്ക് എന്താണോ നല്ലത് അതിനോട് നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യും, അടുത്തു പോകും. പാവപ്പെട്ടവൻ നല്ലതെന്ന് ചിന്തിച്ചാൽ ആ നല്ലതിലേക്ക് നമ്മൾ അറിയാതെ അടുത്തു പോകും. നമ്മൾ പാവപ്പെട്ടവനും സാധാരണക്കാരനായിട്ട് തുടരാൻ അത് കാരണമാവും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആ ഒരു പാറ്റേണിൽ, ആ ട്രാക്കിൽ പെട്ടുപോകും. നമ്മൾക്ക് ആ ട്രാക്കിൽ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, അതിൽ നിന്ന് ഒരിക്കലും, അതൊരു ട്രാക്കുമാണ്, അതൊരു ട്രാപ്പുമാണ്. ഇറ്റ്സ് എ ട്രാക്ക്. അതാര് സെറ്റ് ചെയ്തതാണ്? ഇവർ സെറ്റ് ചെയ്തതാണ്. സമ്പന്നൻ നല്ലവനാണ്, സമ്പന്നൻ നല്ലവനാണ്, സമ്പന്നൻ നല്ലവനാണ്, സമ്പന്നൻ നല്ലവനാണ് എന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിലേക്ക് ചാഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ സമ്പന്നൻ നല്ലവനാണെന്നോ പാവപ്പെട്ടവൻ നല്ലവനാണോ എന്നുള്ള ചിന്തക്കപ്പുറത്ത് നല്ലവൻ നല്ലവനാണ്, എത്ര പറഞ്ഞാൽ മതി. സമ്പന്നനായാലും പാവപ്പെട്ടവനായാലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെയൊക്കെ മൈൻഡിൽ അത്തരത്തിലുള്ള ചിന്തകൾ, ഇത് ആക്ച്വലി കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇതൊരു എന്താ പറയുക, വിരോധാഭാസമാണ്. ഇത് നമ്മുടെ ആഗ്രഹത്തിന് എതിരായ ഒരു ചിന്തയാണ്, വിശ്വാസമാണ്, കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഈ ചിന്ത കൊണ്ട് നടക്കുകയും ഇതാവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ഇതിനോട് മാച്ച് ആകുന്ന പാവപ്പെട്ടവൻ പണക്കാരൻ അത്ര നല്ലവനല്ല എന്ന ചിന്ത നമ്മൾ കൊണ്ട് നടക്കുകയും ആ ചിന്തയോടെ കൊണ്ട് നടക്കുകയും നമ്മൾ പണക്കാരനാവാൻ ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മാച്ചിങ് അല്ല. അപ്പൊ ഇത് ഇവിടെയാണ് എനർജി എടുക്കുന്നത്. സമ്പന്നൻ എന്ന് പറയുന്ന എനർജി ഇവിടെ എടുക്കുന്നത്. നമ്മുടെ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? സമ്പന്നൻ നല്ലവനാണ് എന്ന ചിന്ത കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരേ എനർജിയിലേക്ക് വരും, ഒരേ പൊസിഷനിലേക്ക് വരും, പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. സമ്പന്നൻ നല്ലവനാണ്, സമ്പത്തിലും നന്മയുണ്ട്. നന്മ, ചില ആൾക്കാർ കേട്ടിട്ടുള്ള സാധനം സമ്പത്ത് തിന്മയിലേക്ക് നയിക്കും. കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ളതിനെക്കാട്ടിലും അല്ലേ, പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധിക്കാരിയാവും, പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളിയാവും, പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഹങ്കാരിയാവും, പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വഴിതെറ്റിപ്പോകും. കേട്ടിക്കണേ, അത് റോങ് ആണ് സംഭവം. അത് റോങ്ങാണ്. അത്തരത്തിലുള്ള ചിന്താഗതികളാണ് നമ്മൾ എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി എടുത്ത് മാറേണ്ട. പാവപ്പെട്ടവരായിട്ടുള്ള നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന കുറെ കാലങ്ങളായിട്ട് കടന്നുകൂടിയിട്ടുള്ള ചിന്തകളാണ്. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ എടുത്ത് കളയാം. നമുക്ക് എന്താണോ ആവേണ്ടത് അതിനോട് മാച്ച് ആകുന്ന നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണം. അപ്പോൾ ഞാൻ ഈ കുട്ടി ഒരു ട്രാപ്പിലാണ് ഉള്ളത്. ഈ കുട്ടി വിശ്വസിക്കുന്നതും കാണുന്ന കുട്ടിയുടെ അനുഭവം ഉണ്ടാവും അല്ലേ? കുട്ടി കാണുന്ന അനുഭവങ്ങളൊക്കെ കുട്ടിക്ക് വേറെ ആരും പറഞ്ഞു കൊടുക്കണമെന്നില്ല. കുട്ടി അനുഭവിച്ച അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? പട്ടിണി, ബുദ്ധിമുട്ട്, ഇല്ലായ്മ, കഷ്ടപ്പാട്, അതൊക്കെ കുട്ടി അനുഭവിക്കുന്നുണ്ട്. സ്നേഹം അനുഭവിക്കുന്നുണ്ടാവും, പക്ഷെ കുട്ടി സ്നേഹവും സന്തോഷം, അവർ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതിന്റെ പേരിൽ ചിലപ്പോൾ വഴക്കിടുന്നുണ്ടാവും, വീട്ടിൽ ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല, വിശന്നിട്ട് ദേഷ്യം വരും, ആ ദേഷ്യം വന്നിട്ട് പിന്നെ അക്രമം ഉണ്ടാവും, ചിലപ്പം വിശന്നിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ട് ചിലപ്പോൾ മോഷണം നടത്തി വരും, അതിന്റെ പേരിൽ വഴക്കും പിടി. അപ്പൊ കുട്ടിക്ക് അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും? ആ മോഷണം നടത്തിയതിന്റെ പേരിലാണ് ഓട്ടോമാറ്റിക്കലി പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, നമ്മൾ മോശമാണ് എന്നുള്ള സ്നേഹം തീരെ കിട്ടാതെ വളരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇവരുടെ ഉള്ളിൽ ഈ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഉള്ളിൽ പണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അത്ര നല്ല പോസിറ്റീവായ ചിന്തകൾ വന്നോളുന്നില്ല. അങ്ങനെ അതുകൊണ്ടാണ് അധികം ആൾക്കാർ തെരുവിൽ തന്നെ ആയിപ്പോകുന്നത്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കഴിയാത്തതിന്റെ കാരണം ബുദ്ധിമുട്ടുന്ന അപ്പൊ ഒരു നേരെ മറിച്ചും ചിന്തിക്കൂലേ, പണം ഉണ്ടാക്കണം. അങ്ങനെ ചിന്തിക്കുന്നവർ വളരെ ചെറിയ പെർസെൻറ്റേജ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ.
ഞാൻ അല്ല ഞാൻ ചോദിക്കട്ടെ? ചോദിക്കുകയാണ്, വലിയ ചോദിക്കുക. തീർച്ചയായിട്ടും വരും. അതാണ് ഞാൻ പറയുന്നത്. ആ മനോഭാവം മാറുന്ന കുട്ടികളാണ് അവർ. ആ കുട്ടി, ചില കുട്ടികൾ എന്താ വെച്ചാൽ അതിൽ നിന്ന് മാറിയിട്ട് പണം ഉണ്ടാക്കണമെന്നും എനിക്ക് ആ ഒരു മികച്ച നിലയിൽ ജീവിക്കുന്ന അവരെ പോലെ ആവണമെന്നും ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് എനിക്ക് പറ്റുമെന്നും വിശ്വസിച്ച് വരുന്നവരുണ്ട്. അത് വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്. നിങ്ങൾ ലോകത്തെടുത്ത് നോക്കൂ, എത്ര ഓട്ടോറിക്ഷക്കാരന്റെ മകൻ IAS പാസ്സായിട്ടുണ്ട്? 1, 2, 3, 4 ഒക്കെയാണ്. Am I right? അത് വലിയ വാർത്തയും ആകാറുണ്ട്. ശരിയാണോ? യെസ് സർ. എന്നാൽ അതിലേറെ കൂടുതൽ IAS ഓഫീസർമാരായിട്ടുള്ളത് പലതും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും പഠിക്കാനും കോച്ചിങ്ങിന് പോകാനും നല്ല സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്നുള്ളവരായിരിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്തുകൊണ്ടാണ് അവർക്ക് വേറെ കുറെ പ്രശ്നങ്ങളോ സംഗതികളോ ഇല്ല. അവർക്ക് മനോഭാവം എന്ന് പറയുന്നത് ഇതിൽ കറക്റ്റഡ്. ഓൾറെഡി അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ. ആ കുട്ടികളിൽ ഇങ്ങനെ പ്രശ്നങ്ങളേ ഇല്ല, ഇത്തരത്തിലുള്ള വരികളില്ല. പക്ഷെ ഇത്തരത്തിലുള്ള തെരുവുകൾ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, നമ്മളെ കൊണ്ടൊക്കെ അതൊക്കെ പറ്റുമോ, നമ്മളിപ്പോ ഇങ്ങനത്തെ ആൾക്കാരല്ലേ, നമ്മൾ ഇവിടെയല്ലേ എന്ന ചിന്താഗതിയും കാര്യങ്ങളിലും അധികം 80% ഒതുങ്ങി. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചില ആൾക്കാർ ചിന്തിച്ച് അതിൽ നിന്ന് പുറത്തു കിടാൻ ശരിക്കും ആഗ്രഹിച്ചു അതുള്ളൂ. ചിലർ അതിലങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിൽ അധികം ആൾക്കാരും സാധാരണ ജീവിതം, ഈ ഒരു ജീവിതം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഇതിലേക്ക് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒതുങ്ങിപ്പോകും. ആ ഒതുങ്ങൽ പാടില്ല. നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള കടുത്ത തീവ്രമായ ഒരാഗ്രഹം. നമ്മളും ആ കുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ അവസ്ഥകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ശരിയാണോ? ആ കുട്ടി രക്ഷപ്പെട്ടിട്ടില്ല, നമ്മൾ നമ്മുടെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ലെവലിന് വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ. ആ കുട്ടിയെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി ബെറ്റർ വ്യത്യാസമുള്ള സ്ഥലത്തെത്തി. ഇതുകൊണ്ടാവും ഈ ക്ലാസ്സിൽ ഇപ്പൊ വന്ന് ചേർന്നിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ആ കടുത്ത ആഗ്രഹം കൊടുത്തിട്ട് നമ്മൾ എവിടേക്കാണോ എത്തേണ്ടത് അത് ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ പൊസിഷനിലേക്ക് എത്തിയേ പറ്റൂ എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ 1, 2 കുട്ടികളുണ്ടല്ലോ ഈ തെരുവിൽ നിന്ന് ഭയങ്കരമായിട്ട് കടുത്ത ആഗ്രഹം കൊടുത്തിട്ട് പുറത്ത് കടക്കുന്ന കൂടെ അവരുടെ കാറ്റഗറിയിലേക്ക്, ആ ഒരു 1% നമ്മൾ മാറണം. അതിന് കടുത്ത ആഗ്രഹം കൊടുത്തിട്ട് നിരന്തരം അതിനെന്താണ് ചെയ്യേണ്ടത്? നിരന്തരം പഠിക്കുക. പണം മുടക്കി നമുക്ക് ഇപ്പൊ ഉണ്ടാക്കുന്ന ക്യാഷിൽ നിന്ന് അതിൽ നിന്ന് പണം ചെലവഴിച്ച് മാറ്റി വെച്ചിട്ട് ഒരുക്കൂട്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഷാർപ്പൺ ചെയ്ത് സീരിയസ് ആയിട്ട് ചിന്തിച്ച് സ്വപ്നം കണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരാളെ രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കുറെ കേൾക്കും, ഇതൊക്കെ കുറെ കേട്ടതാണ്, ഞാനിപ്പോൾ കുറെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാനിപ്പോൾ കുറെ സംഗതികൾ എടുത്തു, ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പണ്ട് സ്കൂളിൽ കുറെ കുട്ടികൾ പോയിട്ടുണ്ടാവും. അതെ, ആ കുട്ടികളിൽ 80% കുട്ടികളും സ്കൂളിൽ നിന്ന് ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല. എന്താ കാര്യം? ഇവര് സ്കൂളിൽ പോകുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, എന്തിനാ പോകുന്നത്, പഠിക്കാൻ പോകുന്നുണ്ട്, കാര്യങ്ങൾ പോകുന്നുണ്ട്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് വാങ്ങി നല്ല രീതിയിൽ ആ സ്കൂൾ ജീവിതം കഴിഞ്ഞ് പിന്നീട് നല്ലൊരു +2 നല്ല സ്കൂളിൽ സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിന് പോയി നല്ല സെലക്ഷൻ അവിടെ കിട്ടി, അല്ലെങ്കിൽ കോളേജിൽ പോയി നല്ല സെലക്ഷൻ അവിടെ കിട്ടി. അങ്ങനെ പഠിച്ച് ഉഷാറായിട്ട് പോയിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിലേക്ക് ഉയരങ്ങൾ, നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റി, സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി അങ്ങനെ ടോപ്പിലേക്ക് എത്തിയിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട്. റൈറ്റ്? അത് വളരെ ചെറിയ പെർസെൻറ്റേജേ ഉള്ളൂ അത്ര സീരിയസ് ആയിട്ട് അതിലേക്ക് പെർസ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാർ. എന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു ആവറേജ് ഉണ്ട്. ആ ആവറേജിൽ പെട്ടു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതും ഒരു പരാജയം അക്സെപ്റ്റ് ചെയ്യലാണ്, അതും ഒരു ട്രാപ്പാണ്. പേഴ്സണൽ ഡെവലപ്മെന്റ് മേഖലയിൽ ഒരു ട്രാപ്പ് ഉണ്ട്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് അതിലെ ബിലോ ആവറേജ് ആയിട്ട് നിൽക്കുക. ക്ലിയർ ആണോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്. അപ്പം ചുമ്മാ ഇങ്ങനെ ഇവിടെ നമ്മുടെ ഈ ക്ലാസ് കേട്ടിരുന്നത് കൊണ്ട് നടക്കില്ല. ഇരുന്ന് പണിയെടുക്കണം, പ്രവർത്തിക്കണം, കാര്യങ്ങൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ഓഫ്ലൈൻ ഇവന്റ്സും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലേക്കൊക്കെ വരിക, അതിൽ വന്നിട്ട് ഫർദർ പഠിക്കുക. അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതിൽ ഫർദർ പഠിക്കുക, കോച്ചിങ് പഠിക്കുക. നമ്മുടെ 1% ക്ലബ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, അതിൽ പഠിക്കുക. അങ്ങനെ സീക്രട്സുകൾ പഠിച്ച് അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് നിരന്തരം പൊരുതുന്ന ഒരാൾക്കേ ചേഞ്ച് ഉള്ളൂ. അല്ലെങ്കിൽ അതിലും ഒരു ആവറേജ് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. ആ അക്സെപ്റ്റൻസ് സമ്മതിക്കരുത്.
എഫേർട്ട് ഇടണം, പണിയെടുക്കണം, എന്നാലേ പുറത്തേക്ക് പോവുള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇപ്പൊ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന്. കാരണം നമ്മൾ അധികം ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് അതാണ്. ഈ അവന്റെ വളരെ പ്രയാസമുള്ള അവസ്ഥയിൽ അവനുള്ളത്. ആ കുട്ടിയുടെ കാര്യം പറഞ്ഞത്, ആ കുട്ടി അവിടെ സ്റ്റക്കായി, അവിടെ ആ കുട്ടിക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും. അതേപോലെ നമുക്കിപ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്, ആവറേജിന്റെ പാറ്റേൺ, അല്ലെങ്കിൽ ബിലോ ആവറേജിന്റെ പാറ്റേൺ. നമ്മൾ കുഴപ്പമില്ല, ആ കുട്ടിയെക്കാളും ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിൽ. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നേടിയിട്ടുണ്ടോ? ഇപ്പോഴും നമുക്ക് കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ? ഇപ്പോഴും നമുക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ? ഇപ്പോഴും നമുക്ക് നമ്മളുടെ ഇപ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കംപ്ലീറ്റ്ലി നേടിയോ? ഇതൊന്നും ഇല്ലാത്ത ആരുണ്ടാവില്ലല്ലോ. ഇതൊക്കെ കൂടെ അങ്ങനെയല്ല, കടന്നിട്ട് അങ്ങനെ അതാണ് പറഞ്ഞത്. അത് ചിന്തിക്കരുത്. ഇതൊന്നും ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇത് മറ്റൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. ആര് പറഞ്ഞു? എത്രയോ ആൾക്കാരുണ്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയ ആൾക്കാർ. ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയിട്ടുള്ള ആൾക്കാർ എത്രയോ ഉണ്ട്. സമ്പന്നരായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവരാഗ്രഹിച്ചിട്ടുള്ള പണം അവർക്ക് സമ്പാദിക്കുകയും അവർക്ക് ഒന്നിലധികം മാർഗങ്ങൾ ഉണ്ടാവുകയും പല ബിസിനസ്സുകളിൽ നിന്ന് വരുമാനം ഉണ്ടാവുകയും സാമ്പത്തികമായിട്ട് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ലെവലിലുള്ള ബിസിനസ്സുകൾ, കാര്യങ്ങൾ, ഒന്നിലധികം 7 സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമാണ്. സാധാരണക്കാരുടെ പ്രശ്നം എന്താണ്? ഒരു സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ആ ട്രാപ്പിൽ നിന്ന് മറികടക്കാൻ പറ്റുന്നില്ല? നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രശ്നങ്ങൾ പല രൂപത്തിൽ പലർക്കും ഉണ്ടാകാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും നമ്മളെപ്പോലെയാണ് എന്നങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഇതിനോട് ഓക്കെയാണ്, ഞാനിപ്പോ ഈ ആവറേജ് അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണല്ലോ, അപ്പൊ എനിക്ക് കുഴപ്പമില്ല, തൊട്ടാൽ കറണ്ട് ഇല്ലല്ലോ, അപ്പൊ എനിക്ക് പ്രശ്നമില്ല എന്ന അവസ്ഥ. മനസ്സിലായോ? സർ യെസ്, ചോദിച്ചോളൂ. ഞാന് റോൾ മോഡൽ ആക്കി വെച്ചിരിക്കുന്നത്, ഞാൻ ഒരു ആവറേജ് ഫാമിലിയാണ്, ലൈഫാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞത് നിത അംബാനിയാണ്. എന്റെ തലമുറക്ക് ഒരു പക്ഷെ അവരുടെ ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ അടുത്ത തലമുറനെ ആ ലെവലിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. തീർച്ചയായിട്ടും നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിരന്തരം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല സ്വപ്നം കാണുന്ന, നമ്മളെ സ്വപ്നം കാണുക, നമ്മൾ അവിടേക്ക് എങ്ങനെ എത്തിച്ചു തരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് അറിയില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കും സ്വപ്നം കാണാം. ഒരു ഐഡിയ മതി, ഒരു സ്പാർക്ക് മതി. ഇപ്പൊ നിങ്ങളിപ്പോ പറയുമ്പോൾ, ഷബ്ന ഇവിടെ ഇത് ഷെയർ ചെയ്തപ്പോ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, നിത അംബാനി അതൊക്കെ കൂടുതൽ വലിയ കാര്യമില്ല. ഈ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ തിങ്കിങ്. നിത അംബാനി, ഒറ്റയടിക്ക് ചിന്ത പോയില്ലേ? ആ ചിന്ത പോകാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മൈൻഡ് ചിന്തിക്കുന്നതാണ്. ആ ചിന്ത പോകാൻ പാടില്ല. ആ ചിന്ത പോകുന്നിടത്താണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ പറയുക, ഇപ്പോ നമ്മുടെ സിദ്ധാർത്ഥ് രാജശേഖർ അല്ല, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ടുള്ള, സിദ്ധാർത്ഥാണെന്ന് തോന്നുന്നത് ഇതിന്റെ പേര്, കഫേ കോഫി ഡേ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ. അദ്ദേഹം കടങ്ങൾ വന്നിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ട്, വല്ലാണ്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വലിയ ബിസിനസ്സുകാരനാണ്, കഫേ കോഫിയുടെ ഒരുപാട് ബ്രാഞ്ച് ഉള്ളതാണ്. പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് ഒരിക്കലും ചിന്തിച്ചില്ല, എന്റെ ഹസ്ബൻഡ് ഇത്രയും ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ബിസിനസ് എക്സ്പീരിയൻസും ഇല്ലാത്ത എനിക്കിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അവർ ചിന്തിച്ചില്ല. ആ ഒരു ബിസിനസ്സിൽ ഇത് ഞാൻ തിരുത്തി എഴുതും എന്ന് വാശി പിടുത്തു ഒരു തീരുമാനം കണ്ട് എടുക്കുകയാണ്, ഞാനത് തിരുത്തി എഴുതി തിരിച്ചു വരും. ഒരു 1.5 വർഷം കൊണ്ട് അവർക്ക് 7,000 കോടി കടം അങ്ങോട്ടത്തെ അവർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം അവർ കുറച്ച് 2,000 കോടിയിലേക്ക് 1.5 വർഷം കൊണ്ട് അവരെത്തിച്ചു. എങ്ങനെ? അവർ തീരുമാനങ്ങളെടുത്തു, കടുത്ത തീരുമാനമെടുത്തു, ചേഞ്ച് ചെയ്തു. 1-2 വർഷത്തിന് ശേഷം അവർ ആ ലെവലിലേക്ക് എത്തിച്ചു. നമ്മളെ ഇങ്ങോട്ട് പൊസിഷൻ, നമ്മൾ ഒരിക്കലും നമ്മുടെ സിറ്റുവേഷൻ, ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു ആർ റൈറ്റ് നൗ. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്ന് തീരുമാനിക്കും. ചിന്തിക്കരുത് നിങ്ങൾക്ക് എവിടേക്ക് എത്തണം, ആരായി മാറണം, എന്ത് നേടണം എന്ന ചിന്ത നിങ്ങൾ കൊടുക്കണം. ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു ആർ റൈറ്റ് നൗ, ഇറ്റ് ഡസ് മാറ്റർ വേർ യു വാണ്ട് ടു ബിക്കം. നിങ്ങൾക്ക് എവിടേക്ക് എത്തണം എന്ന ചിന്ത കൊടുക്കുക. ഞാനിപ്പോൾ എവിടെയാണ്, എവിടുന്ന് വരുന്നു, എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതല്ല പ്രധാനം. എനിക്ക് ആരാവണം, എനിക്ക് എന്ത് നേടണം, എനിക്ക് എന്ത് സൃഷ്ടിക്കണം, എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഇവനോട് പറഞ്ഞതുപോലെ ഇത്രയും കാലം നമ്മൾ ചിലപ്പോൾ ഒരു റിച്ചായ കുടുംബത്തിൽ നിന്നായിരിക്കില്ല വരുന്നത്, പക്ഷെ നമ്മളിൽ നിന്ന് ഒരു റിച്ചായ കുടുംബം വരണം.
ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഒരു ആവറേജ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലോ ഫാമിലിയിൽ നിന്നായിരിക്കും വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ മെമ്പേഴ്സ് നമ്മളിൽ നിന്ന് വരണം. നമ്മൾ നമ്മുടെ തറവാടിന്റെ ചരിത്രം തിരുത്തി എഴുതാം. തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരുത്തി എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അത് നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ ലൈഫ് എങ്ങനെ മാറണം, ഞാൻ എന്ത് ചെയ്യും. ഇത്രയും കാലം ശീലിച്ച കുറെ സംഗതികളുണ്ടാവും, അത് ചേഞ്ച് ചെയ്ത്. അപ്പോൾ എല്ലാ കുടുംബത്തിലും ഒരു ചരിത്ര പുരുഷൻ അല്ലെങ്കിൽ ചരിത്ര വനിത ഉണ്ടാവും. അതെങ്ങനെയാണ്? ആ കുടുംബത്തിന്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്ന ഒരു വ്യക്തി വരും. അത് നമ്മളാവണോ വേണ്ടോ നമുക്ക് തീരുമാനിക്കാം. അത് തറവാടിന്റെ ചരിത്രം തിരുത്തി എഴുതും. അങ്ങനെ 1 or 2 ആൾക്കാർ വരും, അവരാണ് തിരുത്തി എഴുതുന്നത്. അത് കഷ്ടപ്പാടിൽ നിന്നാണ് വരിക, പ്രയാസത്തിൽ നിന്നാണ് വരിക. സഹിക്കാൻ പറ്റാത്ത പ്രയാസം, സഹിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ തീരുമാനം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ട്? ആ തീരുമാനം ഉണ്ടാവും. എനിക്ക് എൻ്റെ കുടുംബത്തെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ലീനിയേജ്, ആ എന്താ പറയുക, പാരമ്പര്യം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ഇവിടെ അയ്യൂബ് സാർ എന്നല്ല പറഞ്ഞ പോലെ പാരമ്പര്യം കട്ടെ, അലർജിന്റെ പാരമ്പര്യം കട്ടാക്കി കട്ട് ചെയ്യുക നമ്മൾ. അതിനാണ് സാറ് കംഫർട്ടോന്ന് കത്തിച്ചാൽ മതി. അതെ, അല്ല മനസ്സിലാവുന്നുണ്ട്? സാർ, അപ്പൊ അത് അത് പഠിച്ചോൻ ഓരോരുത്തർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളല്ല. അത് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ തിരുത്തുന്നുണ്ട്. അള്ള വിരിച്ചതേ കിട്ടുള്ളൂ. അള്ള വിരിക്കണമെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോഴല്ലേ അള്ള വിരിക്ക. അങ്ങനെ കുറെ പടച്ചോൻ, ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാന്. അതെ അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പടച്ചോൻ വിധിച്ചതല്ലേ കിട്ടുള്ളൂ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ സംഗതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങളത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇരുന്നോളൂ. നിങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങൾ അധികം ഒന്നും വർത്താനം പറയില്ല. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളും ആ ലെവലിലേക്ക് വരും. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വിശ്വസിച്ച് മനസ്സിലാക്കി ഇരിക്കണം. ഇപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന നമ്മളെ മതത്തിന്റെ ആൾക്കാർ, അവരെ കുറ്റമായിട്ട് പറയല്ല. അവരാരെങ്കിലും പാവങ്ങളായി നടക്കണ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? അവര് ഏറ്റവും ടോപ്പ് വാഹനത്തിൽ, ഏറ്റവും ടോപ്പ് ഡ്രസ്സ്, എന്നിട്ട് അവര് നമ്മളുടെ അടുത്ത് എന്താ പറയാ, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. ഞാൻ ഒരിക്കലും അവരുടെ പ്രസംഗം കേൾക്കാൻ, ഞാൻ ദുആ ചെയ്യലുണ്ട്. നല്ല ഇഷ്ടം പോലെ രാവിലെ എനിക്ക് മോർണിംഗ് ദുആ ഉണ്ട്. ആ ദുആ കേൾക്കാതെ സാറിന്റെ ക്ലാസ് ഞാൻ കേൾക്കുന്നത് ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ അവരുടെ സംസാരം ഞാൻ ഉൾക്കൊള്ളൽ മീൻസ് അത് പറഞ്ഞ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങോട്ട് എനിക്കൊരു അനുഭവം ഉള്ളതാണ്. എന്റെ ആങ്ങളപ്പ അതിൽ സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, അതായത് നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കും. നമ്മൾ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ഇവർ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ, അല്ലേ? ഇപ്പൊ സ്ത്രീകള് മുൻനിരയിലേക്ക് വരരുത് എന്ന് പറയും. ഖദീജ ബീവിയുടെ ചരിത്രം എന്താണ്? ബിസിനസ് വുമൺ ആയിരുന്നു. ഷി വാസ് ബ്ലഡി ഡാം റിച്ച്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള വനിതയായിരുന്നു. എന്നിട്ട് അവർക്ക് അവരുടെ ഭാര്യമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ മുസ്ലിം ഡോക്ടർമാരും ആണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഫ്രസ്ട്രേഷൻ, നമ്മുടെ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാം. ഓക്കെ, നമുക്ക് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നല്ല ചിന്തകൾ മാത്രം കൊടുത്തിട്ട് പോകാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും പഠിക്കണം. അൺചെക്ക്ഡ് ട്രൂത്ത് എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ കേട്ടതല്ല, അതിനപ്പുറത്തേക്കുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ദൈവം കൊടുത്തതല്ലേ, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചു, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. ഈ ലോകത്ത് നിങ്ങൾ നല്ലത് ചെയ്തവനും മോശം ചെയ്തവനും ഒരേപോലെ നൽകുന്നവൻ എന്നാണ്, അല്ലേ? വിശ്വാസത്തിൽ ആദ്യം പറയുന്ന ഒരു വാചകമുണ്ട്, അത് ഒരുപോലെ നൽകുന്നവൻ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ പിന്നെ ഒരു നൽകുന്ന പറയുമ്പോ പിന്നെ എങ്ങനെ നമുക്ക് ഇത്രേ തരുള്ളൂ എന്ന് പറയണത്, നമുക്ക് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറയണത്? അല്ല, ഒരുപോലെയാണ് നൽകുക. അത് നമ്മൾ പണിയെടുക്കണം, അത് ഒരുപോലെ കിട്ടും. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഇതിനെ ആലോചിക്കണം. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ, ഇതൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫുകൾ. നേരത്തെ പറഞ്ഞ റിലീജിയസ് ബ്ലോക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ബ്ലോക്കുകളൊക്കെ പൊട്ടിക്കണം. അപ്പൊ തെറ്റായ സംഗതികൾ നമ്മുടെ മനസ്സിനുള്ളിൽ കയറി. അപ്പൊ നിങ്ങൾ ഇത് കേട്ടിട്ട് പേടിക്കണ്ട. നിങ്ങൾ ഇതൊക്കെ എന്താ വെച്ചാല് നമ്മൾ ആരും പഠിച്ചിട്ടില്ല. നമുക്ക് തറവാട് സ്വത്തായിട്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ കിട്ടിയത്. ശരിയാണോ? നമ്മൾ ആരും ശരിക്കും നമ്മുടെ രീതിയിലൊന്ന് പഠിച്ചിട്ടുണ്ടോ? നമ്മളെ രീതിയിലൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ?
ഈ പറഞ്ഞതിലുള്ള അതിന്റെ എല്ലാ വശങ്ങളും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും എന്ത് ചെയ്യുക? നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ രീതിയിലൂടെയും പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? പണത്തിനെ കുറിച്ചും നല്ലതിനെ കുറിച്ചും നല്ലത് ചെയ്യുക. നമ്മുടെ ഉദ്ദേശം നല്ലതാക്കിയാൽ പോരെ. ഞാൻ നല്ല രീതിയിൽ പണം ഉണ്ടാക്കും, നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പണം ചിലവഴിക്കും. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പൊ സമ്പത്തിനെ കുറിച്ച് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹിന്ദു ആ ഒരു മതവിശ്വാസ പ്രകാരമുള്ള വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അർത്ഥത്തിലൂടെ ആണ് പണം സമ്പാദിക്കേണ്ടത്. അർത്ഥത്തിലൂടെ ധർമ്മത്തിന്റെ പണം മാത്രമേ നിങ്ങൾ സമ്പാദിക്കാൻ പാടുള്ളൂ. ആ ധർമ്മത്തിന്റെ പണം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. ആ ധർമ്മത്തിന്റെ പണം അർത്ഥത്തിലൂടെ, അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പ്രവൃത്തിയിലൂടെ, അർത്ഥമുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള നല്ല പ്രവൃത്തിയിലൂടെ, നല്ല ബിസിനസ് ചെയ്തുകൊണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ് അർത്ഥം എന്ന് പറയുന്നത്? നല്ല പണം ഏതാണ്? നല്ല പണം എന്ന് പറയുന്നത്, ധർമ്മത്തിന്റെ പണം എന്ന് പറയുന്നത്, നിങ്ങൾ അതെ, നിങ്ങൾ ഒരു സേവനം കൊടുത്ത് അയാൾക്ക് അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അയാൾ അതിൽ ഹാപ്പി ആണെങ്കിൽ അത് ധർമ്മത്തിന്റെ പണമാണ്. അതിന് എത്ര വില വേണമെങ്കിലും ഇടാം, കുഴപ്പമില്ല. അയാൾ ഹാപ്പിയാണോ? ആ വില ഇട്ടിട്ടും എങ്കിൽ അയാൾ അത് തരാൻ തയ്യാറാണ്, അയാൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ആ പണം ധർമ്മത്തിന്റെ പണമാണ്. അങ്ങനെയാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം, അല്ലെങ്കിൽ എന്താ പറയുക, വിശ്വാസപ്രകാരം പറയുന്നൊരു സംഗതി എന്താണ്? വിശ്വാസപ്രകാരം പറയുന്നൊരു സംഗതി, നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊരു ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ സമയം എങ്ങനെ ചെലവഴിച്ചു. രണ്ടാമത്തെ ചോദ്യം, നീ എങ്ങനെ പണം സമ്പാദിച്ചു, നീ എങ്ങനെ പണം ചെലവഴിച്ചു. നീ എത്ര പണം സമ്പാദിച്ചു എന്നുള്ള ചോദ്യം അവിടെ ഇല്ല. എങ്ങനെ പണം നേരായ മാർഗത്തിൽ സമ്പാദിക്കുക, നേരായ മാർഗത്തിൽ ചെലവഴിക്കുക. ഇതാണ് ചോദ്യം. നമ്മൾ ഈ 3 ചോദ്യം, ഇതൊക്കെ ഇനി ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് പണം സമ്പാദിക്കാനുള്ള അറിവ് നീ നേടാത്തതിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്ന പട്ടിണി, ദാരിദ്ര്യം എന്നും പറയുന്നുണ്ട് ബൈബിളിൽ. അപ്പൊ ഇതെല്ലാം അതുങ്ങൾ പറഞ്ഞു, ഇതൊന്നും അല്ല നമ്മളിലേക്ക് എത്തിയത് വേറെ കുറെ സാധനം. മനസ്സിലായോ? അപ്പൊ അതാണ് സാധാരണക്കാർ പലപ്പോഴും എന്താ വെച്ചാൽ, അപ്പൊ കൊട്ടിഘോഷിക്കപ്പെടുന്നത് സാധാരണക്കാർ അത് തന്നെ ചർച്ച. നമ്മളെപ്പോഴും എന്താ വെച്ചാൽ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോയി നമ്മൾ ട്രാപ്പിലാക്കപ്പെടരുത്. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം, അതിനുവേണ്ടി നല്ല ചിന്തകൾ കൊണ്ടുവരണം. എനിവേ, ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, കൂടുതൽ ആഴത്തിലേക്ക് പോകുന്ന പ്രോഗ്രാമാണ് കാലിക്കറ്റ് വെച്ച് 2-ാം തീയതി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ഇവന്റ് ഉണ്ട്. അതേപോലെ നിങ്ങൾ ആരെങ്കിലും EFT പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ EFT പ്രോഗ്രാം ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവും. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ബിലീഫുകളെയും കാഴ്ചപ്പാടുകളെയും നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് കളയാൻ പറ്റും. ഓരോ ബ്ലോക്കുകളും എടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് കളയാൻ പറ്റും. അത് ഇൻഡെപ്തിൽ കളയാനുള്ള പ്രോഗ്രാമാണ്. എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള. അപ്പം ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് നമ്മൾ അപ്പൊ നോക്കി, ഈ ഒരു പിക്ചർ നോക്കി. ഈ പിക്ചറുള്ള കുട്ടിക്ക്, നേരത്തെ പറഞ്ഞ കുട്ടിക്ക് ആ വ്യത്യാസം ഉണ്ടാവില്ലേ മൈൻഡ് സെറ്റ്? ഇവിടെ കുട്ടി വളരെ ഹാപ്പിയാണ് അല്ലേ? വളരെ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന് നേരത്തിന് ഭക്ഷണം കിട്ടും, അവർക്ക് സ്നേഹമുണ്ട്, ആരോഗ്യമുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ നമ്മളുടെ ഫാമിലി ആ ഒരു എൻവയോൺമെന്റ് പോസിറ്റീവ് ആക്കണം. കുട്ടികൾ വളർത്തുന്നവർക്ക് ഭക്ഷണം, സംഗതികളും കാര്യങ്ങളും സേഫ്റ്റി ഒക്കെ ഫീൽ ചെയ്യണം. എന്നാൽ ഈ കുട്ടിയോ, ഇതൊരു മിഡിൽ ക്ലാസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഒരു സാധാരണ, അല്ലെങ്കിൽ എന്താ പറയുക, സാധാരണ എന്ന് പറയാൻ വയ്യ, നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതന്നെ റിച്ച് ആണ്. ഓക്കെ, ഇനി അതിനേക്കാൾ അൾട്രാ റിച്ച് ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നിതാ അംബാനിന്റെ ഒക്കെ മക്കളെ പോലുള്ള മക്കളാണെന്ന് വെച്ചാൽ ഇനി ഈ കാണുന്നത്. പ്രൈവറ്റ് ജെറ്റിലാണ് ഇവർ യാത്ര ചെയ്യുമ്പോൾ, സ്വന്തമായിട്ട് വിമാനമുള്ള ഒരു ഫാമിലി. അപ്പൊ ഈ കുട്ടികൾക്ക് പണത്തെക്കുറിച്ചുള്ള ചിന്താഗതി എന്തായിരിക്കും? പണം എന്ന് പറയുന്നത് സിമ്പിളായ ഒരു കാര്യമാണ്. ഈ കുട്ടികൾക്ക് പണത്തിനെ കുറിച്ച്, ഇവർക്ക് പണത്തിന്റെ ഒരു വെറുപ്പോ വിദ്വേഷമോ പകയൊന്നും ഇവർക്ക് പണവുമായി ബന്ധപ്പെട്ടൊന്നും ഉണ്ടാവില്ല. റൈറ്റ്? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? അപ്പം പണത്തിനെ കുറിച്ച് എന്താ വെച്ചാൽ മണി ഈസ് ദ, സാധാരണക്കാർ കൊണ്ടു നടക്കുന്ന ചിന്തകളാണ്. ഇതാണ് ഈ ചിന്തകളാണ് എന്ത് വെച്ചാൽ അവരെ പാവപ്പെട്ടവരാക്കി നിലനിർത്തുന്നത്. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവൽ. പണം നിങ്ങൾ തിന്മയിലേക്ക് നയിക്കും. പണമാണ് എല്ലാത്തിന്റെയും അപകടം എന്ന ചിന്ത. EFT ചെയ്താല് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുമോ? ആ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിലേക്ക് നമ്മൾ വേണ്ട കാര്യങ്ങൾ, കോച്ചിങ് ഒക്കെ നിങ്ങൾക്ക് നൽകും. മണി ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. പണം ഇമ്പോർട്ടൻ്റ് അല്ല. പണം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, എന്നോട് തന്നെ പറയും, ചില ട്രെയിനർമാർ പറയും, സാറ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ പണത്തിന് വേണ്ടിയിട്ടല്ല. ഇവർ കാലാകാലമാണ് ചെറിയ 1000-2000 രൂപ. ഇപ്പൊ ഇവരുടെ അടുത്ത് ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ
അവർ പറയും, സാറേ ഞങ്ങൾക്ക് ആകെ 500 രൂപ 2000 രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ ക്ലാസ് എടുത്താൽ. സാറൊക്കെ എങ്ങനെയാണ് ലൈക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ 40,000 50,000 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വാങ്ങിക്കുന്നത്? ഈ പണം വേണ്ട, പണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള വാക്ക് കൊണ്ട് നടന്നാൽ പിന്നെ അങ്ങനെയാണ്, അതേ കിട്ടുള്ളൂ. ഞാൻ പറയുന്നതല്ല, പണം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പണം എത്ര കിട്ടിയാലും വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. പണം എനിക്ക് ഇഷ്ടമാണ്. പണം കൊണ്ട് എനിക്ക് ഒരുപാട് സഹായം ചെയ്യാനുണ്ട്, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റെ നാട്ടിൽ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നൊരു ഉദ്ദേശവും ചിന്തയുണ്ട്. ഇതൊന്നും ആർക്കില്ല, സാധാരണക്കാർക്കില്ല. സാധാരണക്കാരൻ ചിന്തിക്കുന്ന അവൻ്റെ കാര്യം അവൻ്റെ അടുത്ത് ഇല്ല എന്നും, ഉണ്ടായാൽ അത് അത്ര ഇല്ല, അത്ര ഇല്ല, അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം, വെറും തോന്നല. സമാധാനം, പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് സമാധാനം ഉണ്ടാവും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടെൻഷൻ അടിക്കണ്ടല്ലോ. ടെൻഷൻ അടിക്കാത്ത മനസ്സിൽ നമുക്ക് അവിടെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യല്ലേ. നമ്മുടെ ഭാവി സുരക്ഷിതമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സേഫ്റ്റി അല്ലേ. പിന്നെ നമുക്ക് ടെൻഷൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ സംഗതികളെ കുറിച്ച് ടെൻഷൻ ഇല്ലല്ലോ. ടെൻഷൻ ഉണ്ടാകുമ്പോഴായിരിക്കും ആ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന, പണമില്ല, അടുത്ത ആഴ്ച ബില്ല് കൊടുക്കണം, അതിന് കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും എന്ത്, ഭാര്യ വന്നിട്ടൊരു കാര്യം പറയണത്, നമുക്കൊന്ന് പുറത്തു പോയാലോ, നോക്കി ഈ റീല് കണ്ടോ, ഈ റീലുള്ള പോലെ അവിടെ പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാലോ. കണക്കായി അല്ലേ. ഒരു നേരത്തിന് കുടിക്കാൻ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സംഗതിക്ക് വേണ്ടി ഓടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന സംഗതികൾക്ക് ഓടിക്കൊണ്ട്, ആ നേരത്താണ് അവരുടെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ചൂടാവും. അവിടെ വഴക്കായി, പ്രശ്നമായി. അപ്പൊ അവിടെ ആ വീട്ടിലെ മൊത്തത്തിലെ ബന്ധത്തെ, പണം നമ്മുടെ എന്ന് വെച്ചാൽ ബന്ധങ്ങളെ ബാധിക്കും. പണമില്ലായ്മ ഇവിടെ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ ശത്രുതകളും സാധാരണക്കാരായിട്ടുള്ള പല ആൾക്കാരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പണത്തിന് വേണ്ടിയിട്ടാണ്, പണത്തിന്റെ ആർത്തിക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ, പണമാണ് ഇതിൽ തെറ്റ് എന്ന് ചിന്തിക്കും. ആക്ച്വലി പണമല്ല, പണമില്ലായ്മയാണ്. ആൾക്കാർ ഇവിടെ വഴക്കുന്നതും ക്രിമിനൽ പല കാര്യങ്ങളും ചെയ്യുന്നത്, ഈ ലോകത്തുള്ള മൊത്തം കുറ്റകൃത്യങ്ങളും നടക്കുന്നത് പണമില്ലായ്മ കൊണ്ടാണ്. ആൾക്കാരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അയാൾ അക്രമത്തിന് പോവില്ല, അയാളുള്ള പണം സംരക്ഷിക്കാൻ മിണ്ടാണ്ടിരിക്കുക ചെയ്യുക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾ അക്രമത്തിനും സംഗതിക്കും കൂടുതൽ പോവില്ല, അയാളുടെ പണം നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് അയാൾ മിണ്ടാണ്ടിരിക്കും. കാരണം അയാൾ അധികം വഴക്കിന് പോവില്ല, അയാൾക്ക് സമാധാനമുള്ള ജീവിതം. എന്തിനു നമ്മൾ വഴക്കിന് പോകണം? അതുകൊണ്ടല്ല നിങ്ങൾ അധികം നോക്കുക, ഈ ഗുണ്ടകളൊക്കാരാണ്, പണമില്ലാത്തവർ, അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അവരുടെ കയ്യിൽ ഈ അടിക്കാനും വഴക്കിനും കാര്യങ്ങളും, അവർ പണത്തിന് വേണ്ടിയിട്ട് കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ്, നേരായ മാർഗത്തിൽ ക്യാഷ് ഉണ്ടാക്കാൻ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, ദാരിദ്ര്യം കൊണ്ടാണ് അവർ പോകുന്നത്. ദാരിദ്ര്യമാണ് എല്ലാ തെറ്റിനും കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ല പണമല്ല. സാധാരണക്കാർ വിശ്വസിക്കുന്നത് നേരെ ഓപ്പോസിറ്റിലാണ്. ദാരിദ്ര്യമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്താണ്? ദാരിദ്ര്യമാണ് പണത്തിലേക്ക് നയിക്കുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ വഴക്കിലേക്കും പ്രശ്നങ്ങളിലേക്കും. റിച്ച് ഗെറ്റ് റിച്ചർ ആൻഡ് പുവർ ഗെറ്റ് പുവർ. പല ആൾക്കാരും വിശ്വസിച്ച് പണക്കാരൊന്നും പണക്കാരായിട്ട് അങ്ങനെ തുടരും, പാവപ്പെട്ട നമ്മളൊന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, നമ്മളൊന്നും ഒരിക്കലും എവിടെ എത്താൻ പോണില്ല. ഐ എം നോട്ട് ജസ്റ്റ് ഗുഡ് വിത്ത് മണി. പണമായിട്ട് പണം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അതെനിക്ക് കറക്റ്റ് അല്ല എന്ന ചിന്താഗതി. അത് ഞാൻ കറക്റ്റ് ആക്കും എന്ന ചിന്താഗതി വേണം. എനിക്കത് കറക്റ്റ് ആക്കണം, എനിക്കത് ഡിസിപ്ലിൻഡ് ആവണം, ആ കാര്യത്തിൽ ഞാൻ ചെയ്യും. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് നടക്കും, അത് നടക്കുമെന്ന് വിശ്വസിക്കണം. ഞാൻ തീരുമാനിച്ചത് നടത്തിയെടുക്കും. മൈ ഫാമിലി ഹാസ് നെവർ. അപ്പൊ ഇതിനൊക്കെ, ഈ സംഗതികളൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഓട്ടോമാറ്റിക് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള പാറ്റേൺസ് ഉണ്ട്, ആ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാനാണ് EFT ഉപയോഗിക്കുന്നത്. EFT ഭയങ്കര പവർഫുൾ ആണ്. ടാപ്പിംഗ് ഫോർ വെൽത്ത് എന്ന് പറയുന്ന സംഗതി തന്നെ, ലൈക്ക് അതിൻ്റെ ഒരു ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, സമ്പത്ത് ഉണ്ടാക്കാനുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ സക്സസ്ഫുൾ ആവുക, സംഗതികളാവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പോസിബിൾ ആയ കാര്യമാണ്. അതിലേക്ക് നമ്മൾ എത്തണം, അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് അവസരം ജോയിൻ ചെയ്യാനുള്ള, ഓൺലൈനിൽ ഇന്ന് മുതൽ ഓൺലൈനിൽ 2 ദിവസത്തെ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നത് ഫുൾ ഡേ, കംപ്ലീറ്റ്ലി ഹീലിംഗ്, ബ്ലോക്ക് റിമൂവ്, ഇങ്ങനത്തെ കുറേ ബ്ലോക്കുകളുണ്ട്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാരണം ബ്ലോക്കുകൾ, ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ കട്ട് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിപ്പിച്ചു തരാം. EFT കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരാം. നമ്മൾ പ്രോഗ്രാമിലേക്ക് വരിക, നമുക്ക് ലൈവായിട്ട്. പിന്നെ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഫീസേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ പ്രോഗ്രാമിൽ വന്നിട്ട് എന്ത് പങ്കെടുക്കാം. കോഴ്സിൻ്റെ ഫീ വരുന്നത്, നിങ്ങൾ ഓഫ്ലൈൻ പ്രോഗ്രാമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 12,600 പക്ഷേ അത് ഓഫ്ലൈൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഓൺലൈനാണ് ചെയ്യുന്നതെങ്കിൽ അത്ര ഫീസ് ഇല്ല, ഫീസ് കുറവാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഓഫ്ലൈൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഡിസ്കൗണ്ട് ഉണ്ട്, ഓഫറുണ്ട്.
3499 രൂപയുള്ളൂ ഓൾറെഡി നമ്മുടെ ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ സാറേ സോറി 11,600 ആണ് കേട്ടോ. ഓക്കെ, പ്രോഗ്രാമിന്റെ ഫീ സാറ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമോ അത് ചെയ്യുകയാണെങ്കിലും? ഓഫ്ലൈൻ പ്രോഗ്രാം ആണോ? അതെ അതെ, നിങ്ങൾ ഓൺലൈൻ ചെയ്ത ആളാണോ? ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഇല്ലല്ല, റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് വീണ്ടും പഠിച്ച് ഇതിൽ വീണ്ടും ഒരു എനർജി കൂട്ടി ഇതിന്റെ ഒരു പവർ ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും നിലനിർത്താനും അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് വന്നിട്ട് ചെയ്യുന്നതാണ്. ഇത് അങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവര് വന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഒന്നുകൂടി ഒരു എനർജി കിട്ടും. അയ്യൂബ് സാറ് ചോദിച്ചു നോക്കൂ, ശരിയാണോ? അത് പഠിച്ചോല് ഒരു വട്ടം ചെയ്തോല് തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് അയിൽന്ന് രസം കിട്ടാണ്ട് കിട്ടാണ്ട് റിസൾട്ട് കിട്ടാണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. സാർ ഒരു ഡൗട്ട് കൂടി, ഈ വെൽത്ത് ബ്ലോക്ക് മാത്രമാണോ ഈ EFT ചെയ്യുന്നത് അതോ? അല്ലല്ല, വെൽത്ത് നമ്മൾ ഇന്നൊരു വിഷയം പറഞ്ഞു എന്നുള്ളൂ. വെൽത്ത് അല്ല, അതില് മെയിൻ ആയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെൽത്ത്. പല അസുഖങ്ങളും നമ്മൾ അനുഭവിക്കുന്ന അസുഖം എന്ന് പറയുമ്പോൾ വലിയ അസുഖമാണെന്നില്ല. ഒരു ബാക്ക് പെയിൻ ആവാം, അല്ലെങ്കിൽ കാൽവേദനയാവാം, ക്ഷീണമാവാം, ഇടയ്ക്കിടയ്ക്ക് എനർജി ഡൗൺ ആവുന്നതാവാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, അല്ലെങ്കിൽ അലർജി വരുന്നു. അപ്പം അയ്യൂബ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറഞ്ഞേ, അയ്യൂബ് സാർ എന്താ സംഭവിച്ചേ, ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞേ. നമ്മൾ ഓൺലൈനിൽ ചെയ്ത ആളാണ്. എന്റെ ഓർമ്മ വെച്ചത് മുതൽ അലർജി ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഒരുപാട് ടെസ്റ്റ്, ഏറ്റവും വലിയ ടെസ്റ്റ് നടത്തിയത് 26 വെച്ചിട്ട് ടെസ്റ്റ് നടത്തി നിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. എല്ലാത്തിനും റിസൾട്ട് കിട്ടിയത് അലർജിയാണ്, അത് പാരമ്പര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൽ വിശ്വസിച്ചു. പിന്നെ വലിയ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ പോവാതെ അലർജി ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഒരു ഗുളിക തന്നിരുന്നു, അത് കുടിക്കും. അതൊരു 3-4 ദിവസം ഇങ്ങനെ നിൽക്കും, പിന്നെ അലർജി ഉണ്ടാവും, ആ ഗുളിക കുടിക്കും. പക്ഷെ ഞാൻ അലർജിയുമായിട്ടല്ല ഇതില് EFTയിൽ കയറിയത്. വേറെ എന്റെ പ്രശ്നങ്ങൾ വെച്ചിട്ടേത്, ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ട് എവിടെയോ തട്ടിയിട്ട് ആദ്യം മാറിയത് എനിക്ക് അലർജിയാണ്. ഇപ്പോഴും അതിന്റെ വേര് എവിടെയാന്നുള്ളത് പിടുത്തം കിട്ടിയിട്ടില്ല. ഏതാ ഒരു വേരില് എനിക്ക് പിടുത്തം കിട്ടി വന്നത്. ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെൽഫ് ലവ്, ഫോർഗീവ്സ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പോൾ ആദ്യം എനിക്ക് ഇതില് എഫക്റ്റ് കിട്ടിയത് എന്റെ അലർജി. 90% എനിക്ക് അലർജി മാറി എന്നുള്ളതല്ല, അലർജി ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിരുന്നത് തണുപ്പെന്നായിരുന്നു. തണുത്ത വെള്ളം കുടിച്ചാൽ അന്ന് ഫുള്ള് തുമ്മല്, മൂക്ക് ചൊറിച്ചില്, പിന്നെ മൂക്കിന്ന് വെള്ളം ഒലിക്കുക, ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ ഇപ്പൊ പച്ചവെള്ളം കുടിച്ചാലോ, അതേമാതിരി പാല് കുടിച്ചാൽ അലർജി ഉണ്ടായിരുന്നു. പിന്നെ ഫാൻ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ മൂക്കടച്ചിട്ട് രാത്രി ഫുള്ളായിട്ട് മൂക്കടച്ചു കഴിഞ്ഞാൽ വായ തുറന്നിട്ട് കിടന്നിന്. പക്ഷെ ഇതിന്നെല്ലാം എനിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഈ EFT ഒന്നിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, അതിന്റെ ലൈഫിലെല്ലാം ബന്ധപ്പെട്ട് പോകണ്ട്. എല്ലാ വിഷയത്തിലും, ഫാമിലി വിഷയത്തില്, എല്ലാ വിഷയത്തിലും ഒന്നെന്ന് പറയാനില്ല. അവന്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ ടച്ച് ചെയ്യണത്, അതിലെല്ലാം ടച്ച് ചെയ്തിട്ടാണ് EFT പോണത്. സോ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. മൈഗ്രെയിൻ മാറിയിട്ടുണ്ട്. സക്കിയ ഒന്ന് ഷെയർ ചെയ്യാവോ ആ ഒരു എക്സ്പീരിയൻസ്, മൈഗ്രെയിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? ഹലോ സർ, പറഞ്ഞോളൂ. ഞാൻ നമ്മുടെ ഒരു 1 മന്ത് പ്രാക്ടീസ് എനിക്ക് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹീലിംഗ് കാര്യങ്ങളൊക്കെ വീട്ടിലൊരു കല്യാണം ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നു. മാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ഹീലിംഗ് സെഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു 10 ദിവസം നന്നായിട്ട് പനിച്ചു. അതിനു മുമ്പ് ചെറിയൊരു ജലദോഷം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഹീലിംഗ് സെഷൻ കഴിഞ്ഞത് ശേഷമാണ് എനിക്ക് ഇതുവരെ ഇങ്ങനെ പനി ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇങ്ങനെ കല്യാണത്തിന്റെ തിരക്കിലോട്ട് പോയി. ഞാൻ സാധാരണ നമ്മുടെ ടാസ്കുകൾ കാര്യങ്ങളെല്ലാം അതിങ്ങനെ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു വന്നിരുന്നു. എന്നിട്ട് പോലും എനിക്കൊരു പുറത്തൊന്ന് യാത്രയ്ക്കോ മറ്റോ ഒന്ന് ഇറങ്ങിയാൽ, നമ്മൾ ഷോളൊക്കെ ചുറ്റി ഇറങ്ങിയാൽ തിരിച്ചു വരുന്ന സമയം കൊണ്ട് നന്നായിട്ട് തലവേദന എടുക്കും. ടാബ്ലറ്റ് കയ്യിൽ കരുതിയിട്ടാണ് ഞാൻ പോകാറുള്ളത്, പെയിന് മാറാനുള്ള. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് തലവേദനയുടെ ബുദ്ധിമുട്ട് വന്നില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ആദ്യം, എന്താ ഇത് വരാത്തെ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടല്ലോ, അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇങ്ങനൊരു കാര്യം വന്നിട്ടുള്ളത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഐ എം റിയലി ഹാപ്പി. ഒന്ന് ആലോചിച്ച് നോക്കി, മൈഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിന് ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ളത്. ഇനി വേറൊരാളുടെ സുബൈദ മാം,
ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? സുബേദ മാം നമ്മുടെ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്, മിസ്ട്രസ് ആണ്. സുബേദ മാം ബിസിയാണോ? ബിസി ആണെന്ന് തോന്നുന്നു. സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വരിക. ഓക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് വലിയ ചേഞ്ച് ആരോഗ്യ മേഖലയിൽ സാർ ഞാൻ അടുക്കളയിലാണ്, ഹലോ വീഡിയോയിൽ വരാൻ പറ്റില്ല. വൺ മിനിറ്റ് അടുക്കളയിലാണ്. 1 മിനിറ്റ് സുബേദ മാം പറഞ്ഞോളൂ. എന്താ പറഞ്ഞേ? ആരും അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഓടി വരിക, അത് ഒറ്റ വാക്കിൽ ഉത്തരവുള്ളൂ. എന്താ കാരണം പറയാ? കാരണം എന്താ? മിറാക്കിൾസ് ആണ് ഇതിലൂടെ. എങ്ങനെ? കാരണം ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് പറഞ്ഞ് എനിക്കില്ലായിരുന്നു, ഞാൻ അത് നേടിയെടുത്തു. അതോടൊപ്പം എൻ്റെ എല്ലാ ഫീൽഡും, ഞാൻ ജോലി ചെയ്യുന്നിടത്താട്ടെ എല്ലാ ഭാഗത്തും ഐ എം ഹാപ്പി. ഇപ്പൊ ചിരിക്കാനാണ് തോന്നുന്നത്. ഞാൻ ചിരിച്ചിട്ട് 10-18 കൊല്ലായിരുന്നു. Yeah. ഇപ്പൊ ചിരിയാ, എന്ത് കണ്ടാലും ചിരിയാ. വളരെയധികം ഓഫീസിൽ രാവിലെ ഓഫീസിൽ കയറി വരുമ്പോ തന്നെ പിള്ളേർ ചോദിക്കും, ഹാപ്പി ടീച്ചർ. ഞാൻ ഹാപ്പി, നിങ്ങൾ ഹാപ്പി അല്ലേ നീ? അത്രക്കും. കാരണം ഞാൻ ഈ കുറുക്കന്റെ മാതിരിയായിരുന്നു, അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. അതൊക്കെ മാറി. അപ്പൊ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ കയറി. ഞാൻ ഏതായാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞു, സാറായിട്ട് കോണ്ടാക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അല്ല, നമുക്കിത് കിട്ടിയെന്ന് വിചാരിച്ച് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവയർനെസ്സിൽ മാറ്റം വരുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും മറിച്ചു നിൽക്കുന്നവരൊക്കെ വരിക, പറയാനും ഒത്തിരി കുഞ്ഞു 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 കാര്യങ്ങളിൽ തുടങ്ങുമ്പോൾ. സാറിന് ഞാൻ 23-ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാറുടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. സാർ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യാണ്. ഞാൻ കയറുന്ന ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഗോൾ എഴുതി വെച്ചത് എൻ്റെ സ്കൂൾ വാർഷികം എനിക്ക് നടപ്പിലാക്കണം. അവിടുന്ന് ഒരു 8 ദിവസം കൊണ്ട് എൻ്റെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, വേണ്ടാത്ത കാര്യത്തിനൊന്നും പോകണ്ട, ആവശ്യമില്ലാത്തതൊന്നും. എന്താ പറഞ്ഞത് ടീച്ചർ? വേലിമൊക്കെ എടുക്കുന്ന പാമ്പിനെ പിടിച്ച് തോളിലിടണ്ട, അതാ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് എൻ്റെ തോളിൽ കിടക്കട്ടെ, അത് ഒഴിഞ്ഞ് എല്ലായിടത്തും എത്തും എന്നത് 8-ാം തീയതി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുക. നല്ല ഗ്രാൻഡ് ആയിട്ട് എൻ്റെ പോസ്റ്റർ കണ്ടിട്ട് എൻ്റെ ഹെഡ്മാസ്റ്റർമാര് ചോദിക്കുന്നത്, എന്താ ഇന്റർനാഷണൽ സ്കൂളാണോ എൻ്റെത്? അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എല്ലാം, അതിലുപരി എൻ്റെ IBS 80% എനിക്ക് മാറി. മരുന്നൊക്കെ അവിടെ മൂലക്കൽ ഇരിക്കുന്നുണ്ട്. പ്രഷറിന്റെ ഗുളിക കുറച്ചു. എന്റെ കൊളസ്ട്രോള് എനിക്കിപ്പോ 200-ലെത്തി. ഞാൻ ഈ കോഴ്സിൽ വരുമ്പോ 278 ആയിരുന്നു. ഞാൻ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കണില്ല, പക്ഷെ ടെൻഷനായിരുന്നു. അത് എടുത്ത് മായാവി ലുട്ടാപ്പിയെ കുപ്പിയിലാക്കണ പോലെ ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ റിക്കവർ ആയിരുന്നു. അപ്പൊ നമ്മളെ മനസ്സുണ്ടല്ലോ, അതിനെ ഒന്ന് കഴുകി കുളിപ്പിച്ച് ലെവലാക്കി എല്ലാം നന്നാവും. അതിന് ഇത്തരത്തിലുള്ള ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ പോയിരുന്നിട്ടുണ്ട്, സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ തരുന്നത് എന്താ? നിങ്ങൾ ടെൻഷൻ ഒഴിവാക്കൂ. 20 കൊല്ലം ഞാൻ IBS-ന് ഗ്യാസ്ട്രോന് മരുന്ന് കുടിച്ചിട്ടുണ്ട്. അവര് പറയും ജോലി രാജിവെച്ച് വീട്ടിലിരിക്കുമോ? പക്ഷെ എനിക്ക് ഒരു 28 ദിവസം കൊണ്ട് എന്റെ ആയുസ് മുഴുവൻ തിരിച്ചു കിട്ടി. അതാണ് EFT. കൂടുതൽ നമുക്ക് പറയാൻ സമയം കിട്ടുമ്പോൾ പറയാം. 8 മണിയാകുമ്പോൾ സ്കൂളിൽ എത്തണം, അതിനുള്ള ധൃതിയാണ്. ഐ എം റിയലി സോറി. താങ്ക് യു സോ മച്ച്. എനിക്ക് ഞാൻ ഇപ്പൊ എന്റെ ടീച്ചർമാരോട് പറഞ്ഞത്, ഞാൻ കൊണ്ട് കാണിച്ചു കൊടുക്കും സാറെ ഫോട്ടോസ്. ഇതാണ് സാറ്. ഒരു ടീച്ചറിനോട് ചോദിച്ചു, സാറൊന്ന് കാണണം. കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ, ഇതോ ഈ ചെറുപ്പക്കാരനാണ് എന്റെ സാറ്? അതെ, ചെറിയവനായാലും വലിയവനായാലും ഒക്കെ ഇതിന്റെ ഗുരുവാണ്. എന്താ പറയാ, ഇതിന്റെ ഭൂമിയിലെ ഗുരുവല്ല, ഇത് അങ്ങോട്ടുള്ള ഗുരുവാണെന്ന്. അപ്പൊ അവരെല്ലാവരും കൂടി ഇപ്പോ ഇന്നലെ പറയാ, ഒരു ടീച്ചർ, എന്റെ സീനിയർ ടീച്ചറാണ്, എന്റെ ഒപ്പം പഠിച്ച ടീച്ചറാണ്. ടീച്ചർ ഇന്നലെ പറയണല്ലോ, മറ്റു ടീച്ചർമാരും പറയും, നമുക്കിപ്പോ ഓഫീസ് റൂമിൽ കയറി വരുമ്പോ ഒരു സമാധാനം ഉണ്ടല്ലേ, ആ ചിരിച്ച മുഖം ഇങ്ങനെ കസേലയിൽ ഇരിക്കുമ്പോ എന്തൊരു റായത്താണ്. അപ്പൊ ഞാൻ ഇറ്റിങ്ങളൊക്കെ എത്ര കാലമായി അടങ്ങാറാക്കൽ തുടങ്ങിയിട്ട്. ഒരു സമൂഹം മൊത്തത്തിൽ ഞാൻ ടെൻഷനാക്കിയില്ല. ആ ഒരു പ്രശ്നം എനിക്കിപ്പോ ഉള്ളൂ. ബാക്കിയൊക്കെ ഹാപ്പി. അതിന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.
സോ നിങ്ങൾ കേട്ടല്ലോ, ഇതൊക്കെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഷെയറിംഗ് ആണ്. ഇനി അനിത മാമിന് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ അനിത. കാരണം ഇമോഷണലായിട്ടും റിലേഷൻഷിപ്പിലും മണി ബ്ലോക്ക്, വെൽത്ത് ബ്ലോക്ക് എല്ലാം നമുക്ക് ഇതൊന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഷുവർട്ടിയാണ്. അത് മാത്രം നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. ഹെൽത്ത് ബ്ലോക്ക്, വെൽത്ത് ബ്ലോക്ക്, റിലേഷൻഷിപ്പ് ബ്ലോക്ക്. കാരണം ഞാൻ സാറിനറിയാം, 1.5 വർഷത്തോളമായി സാറിന്റെ ക്ലാസ് തന്നെ സാറിനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നേരത്തെ ഒരു മാഡം പറഞ്ഞതുപോലെ ഞാനും പല കോഴ്സുകളും ചെയ്തിട്ടുണ്ട്. പെയ്ഡ് കോഴ്സും പെയ്ഡ് അല്ലാത്തതും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിന്ന് കിട്ടുന്ന റിലീഫ് എന്താണെന്ന് എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ എപ്പോഴും പറയുന്ന വാക്കതാണ്, നമ്മൾ സെൽഫായി ഫീൽ ചെയ്ത് അറിയുമ്പോൾ നമുക്ക് അതിനൊരു മോട്ടിവേഷൻ എന്താണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കേണ്ട. EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് തന്നെയാണ്. അതിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്ന 100 അല്ല 110% ഉറപ്പ് ഞാൻ പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ കിച്ചണിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. കുറച്ചൊരു തിരക്കുള്ളത് കൊണ്ടാണ്, എങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ മോട്ടിവേഷൻ. താങ്ക് യു എവ്രി വൺ. അപ്പോൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, നാളെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമാണ്. ഓക്കെ, അതായത് ഞായറാഴ്ച പ്രോഗ്രാമാണ്. ഇന്ന് തന്നെ തീരുമാനം എടുക്കുക. ഇന്ന് നമ്മൾ കോഴ്സിൻ്റെ ഓൺലൈൻ സെക്ഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ 2 ക്ലാസ് ഓൺലൈനാണ്, അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ക്ലാസ് ഓൺലൈൻ. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ 30 ഡേയ്സ് നമ്മളുടെ ഒരു ഹീലേഴ്സ് സപ്പോർട്ട് ഉണ്ടാകും. ആ സപ്പോർട്ടും കൂടെ ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് ശരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, അതിൽ നിന്ന് പുറത്ത് കിടക്കുക. അപ്പോൾ മാം പറഞ്ഞു കേട്ടില്ല, സുബേദ മാം ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണ്. വർഷങ്ങളായിട്ട് ആ സ്കൂളിലുള്ള അവിടെ മാമിനുണ്ടായിരുന്ന ഒരുപാട് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ബ്ലോക്കുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ആരോഗ്യസ്ഥിതിയിലും IBS എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും. എവിടേക്ക് ഒന്ന് ഇറങ്ങണമെന്നുണ്ട് എങ്കിൽ വല്ലാണ്ട് സ്ട്രെസ് വന്നിട്ട് നമ്മുടെ ബോഡിയിൽ എന്ന് വെച്ചാൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് നമുക്ക് ടോയ്ലറ്റിൽ ഇടയ്ക്ക് പോകേണ്ട അവസ്ഥ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച ട്രോമയിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ക്ലിയറായി, IBS 80% ക്ലിയറായി. എത്രയോ ഡോക്ടേഴ്സിന്, എത്രയോ വർഷങ്ങൾ ഡോക്ടേഴ്സിനെ പോയി കണ്ടിരുന്ന സംഗതി ക്ലിയറായി. കൊളസ്ട്രോളിന്റെ സംഗതികൾ കുറഞ്ഞു, പ്രഷർ സംഗതികൾ കുറഞ്ഞു. ഇങ്ങനെ അതിനെ മെഡിസിൻസ് ഒക്കെ അവിടെ മാറ്റി വെച്ചെന്ന് പറയാം. ഇത്തരത്തിലുള്ള വലിയ ചേഞ്ച് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് EFT പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്തു. അപ്പം എന്തായാലും ഹെൽത്ത് വൈസ് ഒരുപാട് ചേഞ്ച്, അത് തന്നെ റിലേഷൻഷിപ്പിലും അത് തന്നെ മാം പറഞ്ഞു കഴിഞ്ഞു. അവർ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് വളരെ നല്ല ഫ്രണ്ട്ലി ആവാൻ തുടങ്ങി. അവർ ഹാപ്പി ആയിട്ട് ചിരിച്ചിരിക്കുന്നു. ഇത്രയും കാലം കഷ്ടപ്പെടുത്തി മറ്റുള്ളവരെയൊക്കെ എന്താ പറയുക, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ലീഡർ എന്നുള്ള നിലക്ക്, ഒരു ചീഫ് എന്നുള്ള ഒരാളെന്നുള്ള നിലക്ക് മറ്റുള്ളവരോട് പെരുമാറിയുന്ന പരുക്കൻ മനോഭാവം മാറിയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ ചെയ്യുന്ന, പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിട്ട് ധൈര്യത്തോടു കൂടി ആ വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഒരു ലീഡറായിട്ട് മാറി. ഒരു ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബിസിനസ്സിലെ സ്ട്രെസ്സൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആവും. വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ മാറി നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം പുറമെ ഇത് ഫൈനാൻഷ്യലി നിങ്ങളെ എത്തിക്കും. എല്ലാ ലെവലിലും ഇത് ചേഞ്ച് ചെയ്യും. അത് വരിക, പ്രോഗ്രാമിൻ്റെ ഫീ വരുന്നത് ഓഫ്ലൈന് 11,600 കേട്ടോ. 12,600 നമ്മുടെ ഫീസിനെ പറ്റി 11,600 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമാക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരിക. പിന്നെ ഓൾറെഡി ഓൺലൈനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓഫ്ലൈൻ്റെ അത്ര ഫീസ് ഇല്ല, കാരണം ഹോട്ടലിൽ അത്രയും എക്സ്പെൻസ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഫീസ്. പിന്നെ ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ വരുന്നത്. 8,600 അതിൻ്റെ ഓൺലൈൻ ബാച്ചിൻ്റെ ഫീ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിലേക്ക് വരാം. ഇതിൻ്റെ ഫീസ് വരുന്നത് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് 3,499 സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നിവിടെ ഫീഡ്ബാക്കിൽ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പേർക്ക് വലിയ ചേഞ്ചസ് ആണ്. അപ്പം നമുക്കത് നല്ല രീതിയിലേക്ക് എൻജോയ് ചെയ്യാനും പഠിക്കാനും കാര്യങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയാം. ഓക്കെ, സീ യു ടുമോറോ. നാളെ കാണാം.